ഓക്കെ. അപ്പോ സെക്കൻഡ് ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ റോമാലേഖനം 8-ാമത്തെ അധ്യായമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 8-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിനെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ തന്നെ ജഡത്തെ അനുസരിച്ച് നടക്കരുതെന്നും ജഡത്തെ അനുസരിച്ച് നടന്നാലുള്ള അതിന്റെ കോൺസിക്വൻസും പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ദൈവസഭയിൽ അല്ലെങ്കിൽ ദൈവസഭ എന്ന് പറയുന്ന ആ ഒരു കൂട്ടത്തിൽ, ദൈവസഭയിൽ എന്നുള്ള വാക്ക് കൃത്യമല്ല, ദൈവസഭയായി കൂടി വരുന്ന ആ കൂട്ടത്തിൽ 3 തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്ന് ദൈവം പഠിപ്പിക്കുന്നു. അത് നമ്മൾ കൊരിന്ത്യർ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതിൽ ഒന്ന് പ്രാകൃതർ എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ മാൻ, രക്ഷിക്കപ്പെടാത്തവരും ദൈവസഭ എന്ന് പറയുന്ന ആ കൂടിവരവിലുണ്ടായിരിക്കും. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ജഡീകരാണ്, കാർണൽ. മൂന്നാമത്തെ കൂട്ടർ സ്പിരിച്വൽ. എന്നിട്ട് ഇതിൽ ഈ പ്രാകൃതർ അല്ലെങ്കിൽ നാച്ചുറൽ മാൻ, സാധാരണ മനുഷ്യർ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന അവർ ദൈവസഭയുടെ ഭാഗമല്ല, അവർ ആ കൂട്ടത്തിൽ വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ജഡീകനും ആത്മീയനും ദൈവസഭയുടെ ഭാഗം തന്നെയാണ്. ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ പലർക്കും അങ്ങനെ ചില തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൽ പലരും ചിന്തിക്കുന്ന ഈ ജഡീകർ എന്ന് പറയുന്നത് ദൈവസഭയുടെ ഭാഗമായിട്ടുള്ളവരല്ല, ആത്മീയർ മാത്രമേ ദൈവസഭയുടെ ഭാഗമായിട്ടുള്ളവരും അല്ല. ദൈവസഭ എന്ന ആ ശരീരത്തിന്റെ ഭാഗമായിട്ട് തന്നെ ജഡീകരും ആത്മീയരും എല്ലായ്പ്പോഴും ദൈവസഭയിൽ കാണും. 1 കൊരിന്ത്യർ 12:12 പൗലോസ് പറയുന്നുണ്ട്, നാം എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്ത് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു ഒരു ശരീരത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. നാം എല്ലാവരും എന്ന് പൗലോസ് ആ കൊരിന്ത്യ സഭയിലെ എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരെയും ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട എല്ലാവരും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തികളോട് തന്നെ സംസാരിക്കുമ്പോൾ പൗലോസ് അവിടെ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ജഡീകരാണ് എന്ന് പൗലോസ് ചിലടത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ശിശുക്കളാണ് എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഞാൻ റോമാലേഖനം 8-ാമത്തെ അധ്യായം പറഞ്ഞപ്പോൾ പറഞ്ഞത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ആത്മീയൻ. ആ ആത്മീയനെ പറയുന്ന ഒരു പദമാണ് പുത്രൻ എന്നുള്ള പദം. അതാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാവുന്നു. ഞാൻ പറഞ്ഞു, മലയാളത്തിലെ ആ ട്രാൻസ്ലേഷൻ കാരണം നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവത്തില്ല. ഇംഗ്ലീഷിൽ സൺ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊച്ചു കുഞ്ഞിനും പറയും, മുതിർന്ന വ്യക്തിക്കും പറയും. എന്നാൽ ഈ ബൈബിളിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, റോമാലേഖനത്തിന്റെ പ്രത്യേക ബാക്ക്ഗ്രൗണ്ടിൽ, സഭയുടെ അല്ലെങ്കിൽ റോമാക്കാരുടെ ഒരു പാരമ്പര്യത്തിൽ തന്നെ മകൻ, പുത്രൻ എന്ന് പറയുന്നത് ഒരു മെച്യൂറായിട്ടുള്ള ഒരു വ്യക്തിയെ കാണിക്കുന്ന പദമാണ്. മെച്യൂറായിട്ടുള്ള ഒരു മകനെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ മാത്രമേ മകൻ അല്ലെങ്കിൽ പുത്രൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. മകൻ എന്നുള്ള വാക്കിനേക്കാൾ കൂടുതൽ പുത്രൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്നേരം ബൈബിളിൽ ജഡീകരെയും ആത്മീയരെയും തരംതിരിച്ച് വ്യക്തമായിട്ട് പദങ്ങൾ കൂടി പരിചയപ്പെടുന്നു. അതുപോലത്തെ ഒരു പദമാണ് ഇവിടെ പുത്രൻ എന്നുള്ളതും ശിശു എന്നുള്ളതും. അന്നേരം പല വാക്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ വാക്യങ്ങളിലേക്ക് പോവുകയാണ്. നമ്മൾ ഗലാത്യ ലേഖനം ഇല്ലെങ്കിൽ എബ്രായ ലേഖനം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, എബ്രായ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വാക്യങ്ങളൊന്നും എടുക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചില ചോദ്യങ്ങൾ കേട്ടപ്പോൾ എനിക്കത് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നിയോണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, പാൽ കുടിക്കുന്നവനല്ല നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ അവൻ ശിശുവല്ലോ. എന്നിട്ട് മുകളിൽ പറയുമ്പോൾ പറയാണ്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരായിത്തീർന്നു, തെളിയിച്ചു തരുവാൻ വിഷമം. എന്നിട്ട് പറയാണ്, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരെ ആകേണ്ടവരാകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെയും പറയുന്നുണ്ട്. 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഫോർ ഹീസ് ആൻ ഇൻഫന്റ്. 14-ാമത്തെ വാക്യത്തിൽ പറയാണ്, ബട്ട് സോളിഡ് ഫുഡ് ഈസ് ഫോർ ദ മെച്യൂർ. മലയാളത്തിൽ പ്രായം തികഞ്ഞവർ. അന്നേരം ആദ്യത്തെ വാക്യത്തിൽ ശിശു എന്ന് പറയുന്നു, അത് ദൈവസഭയിൽ തന്നെയുള്ള ജഡീകനെയാണ്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ തഴക്കം വരാത്ത വ്യക്തിയാണ്. 2-ാമത്തെ ഭാഗത്ത് പറഞ്ഞപ്പോൾ പ്രായം തികഞ്ഞവർ, മെച്യൂർ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അന്നേരം ബേബ്സ് ആൻഡ് മെച്യൂർ എന്നുള്ള 2 പദങ്ങൾ അവിടെ ഉപയോഗിക്കുന്നു. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അവിടെ ശിശു എന്ന പദവും പുത്രൻ എന്നുള്ള പദവും വീണ്ടും ഉപയോഗിക്കുന്നു, രണ്ടുപേരെയും മാറ്റി പറയാൻ വേണ്ടി. 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ജഡീകർ, ആത്മീയർ എന്നുള്ള പദം തന്നെ വ്യക്തമായിട്ട് ഉപയോഗിക്കുന്നു. 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക്. ഗലാത്യ ലേഖനത്തിൽ തന്നെ വീണ്ടും അതേ കാര്യം പറയുമ്പോൾ പറയുന്നുണ്ട്, ശിശുവായവൻ ദാസനേക്കാൾ ഒട്ടും മെച്ചമുള്ളവൻ. അന്നേരം ദാസൻ പുത്രൻ എന്നുള്ള പദത്തിൽ കൂടി വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബൈബിളിൽ ആത്മീയരും ജഡീകരും ഉണ്ട്. 2 പേരും
ദൈവസഭയുടെ ഭാഗമായിട്ടുള്ളവർ തന്നെയാണ്. എന്നാൽ ഒരുവൻ ആത്മീയനും ഒരുവൻ ജഡീകനും. അന്നേരം ആത്മീയനെ മാത്രമേ ദൈവസഭ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയുള്ളൂ, ദൈവവും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയുള്ളൂ. ജഡീകൻ ദൈവസഭയിൽ തന്നെ ഉണ്ടായിരിക്കും, അവൻ ഒരു ഉത്തരവാദിത്വവും ഏൽക്കാനായിട്ട് കഴിയത്തില്ല. ചിലപ്പോൾ ജഡീകമായിട്ടുള്ള സഭയിൽ ചിലപ്പോൾ ജഡീകർക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുത്തേക്കാം. എന്നാൽ അങ്ങനെയുള്ളവർ ആ രീതിയിൽ മുമ്പോട്ട് പോയാൽ അത് പിന്മാറ്റത്തിലേക്ക് അവർ പോവുകയും അവർ അവസാനം അവരുടെ നാശമായി തീരുകയും ചെയ്യും എന്നുള്ള മുന്നറിയിപ്പ് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതാണ് റോമാലേഖനത്തിന്റെ 8-ാമത്തെ അധ്യായത്തിൽ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർ മരിക്കും നിശ്ചയം എന്ന് പറഞ്ഞിരിക്കും. എന്നാൽ അതൊരു ആ ഒരു കാര്യവും ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഈ രണ്ട് കൂട്ടർ ദൈവവചനത്തിൽ ഉണ്ട് എന്ന് ആണ്, അല്ലെങ്കിൽ ദൈവസഭയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അന്നേരം ഒരു ദൈവസഭ ആത്മീയമായിട്ടൊരു ദൈവസഭയാവുന്നത് ആ സഭയിലുള്ള ആത്മീയരുടെ എണ്ണം കൂടുമ്പോഴാണ്. എല്ലാ സഭകളിലും ജഡീകർ കാണും, എന്നാൽ ആത്മീയരുടെ ഒരു വലിയ കൂട്ടമുള്ളൊരു സഭ ആത്മീയമായിട്ടുള്ള ദൈവസഭയാണ്. എന്നാൽ ജഡീകരാണ് കൂടുതലുള്ളെങ്കിൽ അത് ജഡീകമായിട്ടുള്ള സഭയാണ്. അന്നേരം ആത്മീയമായിട്ടുള്ള സഭയിൽ മാത്രമേ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ദൈവദാസന്മാർക്ക് പഠിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അത് തന്നെ കൊരിന്ത്യ ലേഖനത്തിലും എബ്രായ ലേഖനത്തിലും അത് തന്നെയാണ് എബ്രായ ലേഖന കർത്താവും പൗലോസും പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായത് വെളിവാക്കുന്നു. അതായത് സ്പിരിച്വൽ ആയിട്ടുള്ളവർക്ക് മാത്രമേ സ്പിരിച്വൽ ട്രൂത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇതേ കാര്യമാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാനായിട്ട് എനിക്ക് കഴിയത്തില്ല, കാരണം നിങ്ങൾ ഇപ്പോഴും ജഡീകരാണ്. ഒരു ജഡീക സഭയിൽ എപ്പോഴും വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പഠിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് കൊരിന്ത്യ സഭ ഒരു ജഡീക സഭയായിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മീയമായിട്ടുള്ള അധികം കാര്യങ്ങൾ പൗലോസിന് അവിടെ പഠിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. അതേസമയം എഫേസ്യ സഭ എന്ന് പറയുന്ന ഒരു ആത്മീയ സഭയായിരുന്നു. ഒരു ആത്മീയമായ കൂടുതൽ സത്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നു. റോമ സഭയും ഒരു ആത്മീയ സഭയാണ് നമുക്ക് ഏകദേശം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വേറെ കാരണങ്ങൾ കൊണ്ടും അതുകൊണ്ടാണ് പൗലോസ് വളരെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ റോമ സഭയിലുള്ള ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പൗലോസ് ശ്രമിക്കുന്നത്. പൗലോസ് അത് ആദ്യത്തെ അധ്യായങ്ങളിലൊക്കെ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 8-ാമത്തെ അധ്യായത്തിന്റെ 14 കഴിഞ്ഞിട്ടുള്ള വാക്യങ്ങൾ യഥാർത്ഥത്തിൽ ആത്മീയരായിട്ടുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ജഡീകർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് 14 മുതൽ താഴേക്ക് വരുമ്പോൾ പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് 7-ാമത്തെ അധ്യായം 8-ാമത്തെ അധ്യായം ഒക്കെ എടുത്തപ്പോൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു 8 പ്രാവശ്യം ഇഫ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ. ഞാൻ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്, ഞാൻ ഇത് മുമ്പോട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ആദ്യത്തിലെ ആ 8 ഇഫിൽ ആദ്യത്തെ 4 ഇഫ് എന്ന് പറയുന്നത് ദൈവമക്കളാണോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആദ്യത്തെ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ഇഫ് ഇൻഡീഡ് ഹോളി സ്പിരിറ്റ് ഡെൽസ് ഇൻ യു. അന്നേരം നിങ്ങൾ ദൈവമക്കളാണ് എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആവൂ എന്നുള്ളതാണ് ആദ്യം പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ആദ്യത്തെ ഇഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടോ എന്നെങ്കിൽ. എന്നിട്ട് രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് ക്രിസ്തു നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ. മൂന്നാമത് പറയാണ്, വീണ്ടും പറയാണ് ദൈവത്തിന്റെ യേശു ക്രിസ്തുവിനെ മരിച്ചവർ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ. എങ്കിൽ എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാം നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്ത് നിങ്ങൾ ദൈവമക്കളാണോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും ഒരു 4 ഇഫ് പറയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത് 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ, ഇഫ് യു ലീവ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് യു വിൽ ഡൈ, ബട്ട് ഇഫ് ബൈ ദ സ്പിരിറ്റ് ഇഫ് യു ആർ പുട്ടിംഗ് ഡെത്ത് ടു ദ ഡീഡ്സ് ഓഫ് ദ ബോഡി യു വിൽ ലിവ്. അന്നേരം വീണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരെ പറ്റിയല്ല, ആത്മാവിൽ നടത്തപ്പെടുന്നവരെയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് എങ്കിൽ അടുത്തൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പരിശോധിക്കാനായിട്ട് പറയാണ്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ. എന്നിട്ട് പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് എങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ പുത്രന്മാരാണ്. എന്നിട്ട് താഴെ പറയണേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ സകല ഇൻഹെറിറ്റൻസിന് അവകാശികളാണ്. എന്നിട്ട് പറയാണ്, അങ്ങനെ നിങ്ങൾ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് സഹനത്തിൽ കൂടി കടന്നു പോകേണ്ടി വരും. അങ്ങനെ നിങ്ങൾ സഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ തേജസ്കരിക്കപ്പെടാനായിട്ട് ഇടയായിത്തീരും. അന്നേരം അവിടെ രണ്ടാമതൊരു ഇഫ് പറയുന്നുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തികൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് പിന്നീട് താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. രണ്ടാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ, ആത്മാവിന്റെ ശബ്ദം കേട്ട് നടക്കുന്ന ആത്മീയർക്ക് ഉള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത് പറയാണ്, നിങ്ങൾ ആത്മീയരാണ് എങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾക്കൊരു കഷ്ടത ഉണ്ടാകും. അത് നിങ്ങൾ ജഡീകരിന്ന് കഷ്ടത ഉണ്ടാകും.
ലോകക്കാരിൽ നിന്ന് കഷ്ടത ഉണ്ടാവും, നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ കൂടി നിങ്ങൾ കടന്നു പോകേണ്ടി വരും. പക്ഷെ അങ്ങനെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അത് സാരമില്ല എന്ന് കാണാനായിട്ട് കഴിയും. മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് ആ കഷ്ടതയിൽ നിങ്ങൾക്ക് പ്രശംസിക്കാനായിട്ട് കഴിയും. കാരണം നിങ്ങളുടെ തേജസ്കരണത്തിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് കാണാനായിട്ട് കഴിയും. പുനരുദ്ധാനത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അങ്ങനെയുള്ള കഷ്ടങ്ങൾ നമുക്ക് തേജസ്സിന് നിത്യഘനം ലഭിക്കാനായിട്ട് ഹേതുവായി. ഇതെല്ലാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ജനീകരെ പറ്റിയല്ല. എന്നിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പറയാണ്, അങ്ങനെയുള്ള ആത്മീയർക്ക് അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഞരക്കം ഉണ്ടാകും. അവർ ഈ ലോകത്തിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കത്തില്ല. ഈ ലോകത്തിൽ അവർക്ക് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും, അവർക്ക് പാപത്തെ ജയിച്ച് ജീവിക്കാനായിട്ട് കഴിയും. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല, കർത്താവ് വന്നിട്ടില്ല എന്നുള്ളതിനെ പറ്റി ഒരു ഞരക്കമുണ്ടാകും. ആ ഞരക്കത്തിലാണ് അവർ ജീവിക്കുന്നത്. അവർ ഈ ഭൂമിയിൽ അവർ കർത്താവിലുള്ള സന്തോഷം ഉണ്ടാകുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും സമാധാനവും എല്ലാം ഉള്ളപ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ഒരു ഞരക്കം കൂടി ഉണ്ടാകും. കാരണം കർത്താവുമായിട്ട് ആ കംപ്ലീറ്റ് ആയിട്ടുള്ള യൂണിയനിലേക്ക് അവർ എത്തിയിട്ടില്ല, അവരുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് നടന്നിട്ടില്ല എന്നുള്ള ഞരക്കം അവർക്കുണ്ടാകുന്നതാണ് ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആത്മീയമായിട്ട് ആ ഞരക്കമുള്ള വ്യക്തികളെ പരിശുദ്ധാത്മാവ് അവരെ ഹെൽപ്പ് ചെയ്യുകയും പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് താഴേക്ക് വരുമ്പോൾ 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചത്. അന്നേരം ആത്മീയരായിട്ടുള്ള വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ആ സ്പിരിച്വൽ അനുഭവങ്ങളെ പറ്റിയാണ് പൗലോസ് താഴേക്ക് വിട്ടിരിക്കുന്നത്. അവർക്കാണ് കഷ്ടങ്ങൾ സാരമില്ല എന്നാനായിട്ട് കഴിയുന്നത്, അവർക്കാണ് എല്ലാത്തിലും സന്തോഷിക്കാനായിട്ട് കഴിയുന്നത്, അവർക്കാണ് എല്ലാ സാഹചര്യങ്ങളും കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയുന്നത്. ആ കാര്യങ്ങളാണ് താഴേക്ക് എഴുതിയിരിക്കുന്നത്. നമ്മൾ 28 മുതലുള്ള വാക്യങ്ങളാണ് മുമ്പോട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. 28 മുതലുള്ള വാക്യങ്ങൾ ഞാൻ 27 വരെ നിർത്തിയതിന്റെ കാര്യം തന്നെ 28 മുതലുള്ള വാക്യങ്ങൾ വളരെ തിയോളജിക്കലായിട്ട് ഉള്ള വാക്യങ്ങളാണ്, വളരെ അർത്ഥങ്ങളുള്ള പദങ്ങളാണ്. മാത്രമല്ല വളരെയധികം കോൺട്രവേഴ്സീസ് ഉള്ള പദങ്ങളുമാണ്, അല്ലെങ്കിൽ വാക്യങ്ങളുമാണ് മുമ്പോട്ട് പോകുമ്പോൾ ഉള്ളത്. എന്നിട്ട് നിങ്ങൾ ഈ റോമാലേഖനം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, നിങ്ങൾ കേട്ടിട്ടുള്ളവരാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ഈ വാക്യങ്ങളെ പറ്റി ചില ധാരണകൾ കാണും. അത് ചിലപ്പോൾ ഞാൻ ഈ മുമ്പോട്ട് പറയുന്ന കാര്യങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യും. ഞാൻ നേരത്തെ പലപ്പോഴും ബൈബിൾ സ്റ്റഡി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നത് അതേപോലെ വിശ്വസിക്കണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളുടെ ആവശ്യപ്പെടുന്നില്ല. യു ക്യാൻ ഡിസഗ്രി, നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് ദൈവവചനത്തിൽ നിന്ന് വ്യക്തമായിട്ട് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു തരികയും ചെയ്യും. പക്ഷേ നിങ്ങളുടെ ഈ മുമ്പോട്ടുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കണം. ശരിയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റെടുക്കാനായിട്ടുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊരു മുൻകൂറായിട്ട് ഈ കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ പൊതുധാരണയിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വന്നതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള കാര്യമായിരിക്കും. എന്നിട്ട് 28-ാമത്തെ വാക്യത്തിൽ പൗലോസ് തുടങ്ങുന്നത്, എന്നാൽ ആൻഡ് വി നോ, ഇംഗ്ലീഷിൽ ആൻഡ് വി നോ എന്ന് പറഞ്ഞ വാക്ക് തുടങ്ങാൻ നമുക്ക്, എന്നാൽ നാം അറിയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് അവിടെ തുടങ്ങുന്നത്. ഞാനിത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് മുമ്പോട്ടുള്ള വാക്യങ്ങൾ ഇരിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം. ഇവിടെ വരെ പൗലോസ് നാം എന്നുള്ള പദം തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നു. 16-ാമത്തെ വാക്യം, 17-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം, 22-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം, 24-ാമത്തെ വാക്യം, ഇവിടെ എല്ലാം പൗലോസ് നാം 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 എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാം എന്ന് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത് റോമാ സഭയിലെ ആത്മീയരായിട്ടുള്ള വിശ്വാസികളെയും പൗലോസിനെയും കൂടെ ഉൾപ്പെടുത്തി പറയുന്ന ഒരു പദമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നാം എന്നുള്ള പദം. അന്നേരം നാം എന്ന് അവിടെ പൗലോസിനെയും അവരെയും കൂടി ചേർത്ത് പറയുന്നു എങ്കിൽ, മുമ്പോട്ടും ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്ന പദം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വേറെ ചിലരെ റെഫർ ചെയ്തുകൊണ്ട് പറയുന്ന പോലെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി വിശദീകരിക്കാം. എന്നാൽ ഇവിടെ 28-ാമത്തെ വാക്യത്തിലും ഇംഗ്ലീഷിൽ ആൻഡ് വി നോ, നാം അറിയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വി നോ എന്നുള്ള പദം, അറിയുന്നു എന്നുള്ള പദം 22-ാമത്തെ വാക്യത്തിലും അതേ പദം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ പറയുകയാണ് ആ വാക്യം 22-ാമത്തെ വാക്യം, സർവ്വസൃഷ്ടിയും ഇതുപോലെ ഇന്ന് വരെ ഒരുപോലെ ഞെരുങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ എന്ന് പറയുന്ന അതേ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം അവർക്ക് അറിയാവുന്ന കാര്യം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസ് എപ്പോഴും നിങ്ങൾ അറിയുന്നില്ലയോ, അറിയുന്നുണ്ടോ എന്നുള്ള പദം എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇവർക്ക് അറിയാവുന്ന ഒരു കാര്യം ഇവരുടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ഇവർക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം? എന്താണ് അവിടെ പറഞ്ഞിരിക്കുകയാണ്, രണ്ട് കൂട്ടർക്ക്, രണ്ട് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപിക്കും. എന്നിട്ട് ഈ രണ്ട് കണ്ടീഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്.
എന്നിട്ട് ഈ വാക്യങ്ങൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള വാക്യങ്ങളാണ്, വളരെയധികം തെറ്റായിട്ട് ഉപയോഗിക്കുന്ന വാക്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ കുറെ സമയം ഇതിൽ ഈ വാക്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർ നിർണയപ്രകാരം വിളിക്കപ്പെട്ടു. ഈ രണ്ട് കൂട്ടർ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായിട്ട് കൂടിയായിരിക്കും. പൗലോസ് ഇത് പറയുമ്പോൾ അതിന്റെ കോണ്ടക്സ്റ്റ് മുകളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കഷ്ടതയെ പറ്റി പറഞ്ഞിട്ടാണ് പൗലോസ് ഇതിലേക്ക് പെട്ടെന്ന് കടക്കുന്നത്. നമ്മൾ ഈ വാക്യങ്ങൾ പിന്നെ ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണക്ടിവിറ്റി കിട്ടത്തില്ല. ഈ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നവരുടെ താണ് ഇത് പൗലോസ് ഇത് പറഞ്ഞിരിക്കുന്നത്. അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, വി നോ വൺ തിങ്. രണ്ടു കൂട്ടർക്ക് അവരുടെ ജീവിതത്തിലുള്ള ഏത് കാര്യവും, അവിടെ സകലവും എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാ കാര്യവും നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കും. ഈ വാക്കുകൾക്കൊക്കെ പ്രത്യേകതയുണ്ട്. രണ്ട് കൂട്ടരെ ആരൊക്കെയാണെന്ന് ചോദിക്കുക. അതിന് ഞാൻ അവിടെ ഓർഡർ ഒന്ന് മാറ്റി പറയാണ്. ആദ്യത്തെ കൂട്ടര് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. അതായത് ദൈവം വിളിച്ചവരാണ്. ദൈവം വിളിച്ചവർ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ദൈവം വിളിയോട് റെസ്പോണ്ട് ചെയ്തവരെ ഉദ്ദേശിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ദൈവനം പഠനം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു ദൈവത്തിന്റെ വിളിയെപ്പറ്റി, രാജാവിന്റെ കല്യാണ സദ്യയെ പറ്റി ഒരു വിളിയെപ്പറ്റി പറഞ്ഞിരുന്നു. അല്ലെ, ദൈവത്തിന്റെ വിളിയോട് റെസ്പോണ്ട് ചെയ്തവർ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ആ ദൈവമക്കളെ പറ്റിയാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ എന്നുള്ള പദത്തിൽ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ വിളി ജനറൽ എല്ലാവരുടെത്തേക്കാണെങ്കിൽ ആ വിളിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ദൈവ വിളിയോട് റെസ്പോണ്ട് ചെയ്തവർ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു 4 ഇഫിലുള്ള വ്യക്തികളാണ് ദൈവമക്കൾ. ഒന്നാമത്തെ കൂട്ടൊരു കാര്യം ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ വിളിയോട് റെസ്പോണ്ട് ചെയ്തവർ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. എന്നാൽ ആദ്യത്തെ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മളുടെ ഉള്ള കാര്യമാണെങ്കിൽ, രണ്ടാമത്തേത് നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവത്തോടുള്ള റെസ്പോൺസ്. രണ്ടാമത്തെ ഭാഗത്തെ ഇഫ് ആണ് ഇവിടെ ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർ, യേശുക്രിസ്തു പറയാനുണ്ട്, എന്നെ സ്നേഹിക്കുന്നവർ എന്റെ കൽപ്പനകൾ പ്രമാണിക്കും. എന്നെ സ്നേഹിക്കുന്നവർ കർത്താവിനെ അനുഗമിക്കുന്നവരാണ്. അന്നേരം കർത്താവിനെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് രണ്ടാമത്തെ ഈ കൂട്ടം. അന്നേരം ഈ രണ്ട് കണ്ടീഷൻ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയും. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ദൈവം സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായിട്ട് കൂടിയായിരിക്കുന്നു ബൈബിൾ പറയുന്നില്ല. ദൈവം സ്നേഹിക്കുന്ന എല്ലാവരെയും, ദൈവം ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം അൺകണ്ടീഷണലി എല്ലാവർക്കും ഉള്ളവരാണ്. എന്നാൽ ഇവിടെ ഒരു കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അത് ദൈവത്തെ സ്നേഹിക്കുന്നവർ. എന്നാൽ ഈ രണ്ട് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടിയായിരിക്കുന്നു. അന്നേരം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാവർക്കും എല്ലാം നന്മയ്ക്കായിട്ടാണ് സംഭവിക്കുന്നത് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതൊരു ജനറലി ലോകത്തിന്റെ ഒരു പ്രിൻസിപ്പാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം നന്മയ്ക്കാണ് എന്ന് പറയുന്നത്. ഈ മഹാഭാരതത്തിലൊക്കെ കൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, സംഭവിച്ച എല്ലാം നല്ലതിന്, സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്, എല്ലാം നല്ലതിനാണെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും എല്ലാം നന്മയ്ക്കാണെന്നും ഇവിടെ പറയുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് കൂടിയായിരിക്കുന്നു അവിടെ പറയുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് രണ്ട് കണ്ടീഷനാണ് മീറ്റ് ചെയ്യപ്പെടുന്നത്. ഒന്ന്, രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് മാത്രമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ഇല്ലെങ്കിൽ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്കുമാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. അങ്ങനെയുള്ളവർക്ക് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നല്ല കാര്യങ്ങളെ സംഭവിക്കുകയുള്ളൂ എന്നും ദൈവം പഠിപ്പിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, കാരണം മുമ്പോട്ട് പോകുമ്പോൾ പൗലോസ് ഭയങ്കരമായിട്ടുള്ള കഷ്ടതയെ പറ്റി പറയുന്നു, നഗ്നതയെ പറ്റി, ആപത്തിനെ പറ്റി, വാളിനെ പറ്റി, എല്ലാ ദാരിദ്ര്യത്തെ പറ്റി എല്ലാം പറഞ്ഞു. അന്നേരം ദൈവമക്കൾക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ദാരിദ്ര്യം ഉണ്ടാകാം, രോഗം ഉണ്ടാകാം, ദുഃഖം ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ദൈവമക്കൾക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായേക്കാം. എന്നാൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ ഇടയിൽ ദൈവം ഈ കാര്യങ്ങളെ എല്ലാം നന്മയ്ക്കായിട്ട് കൂടിയായിരിക്കുന്നത്. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചു കൊടുക്കുകയാണ്, ദാറ്റ് ഗോഡ് causes all things to work together for the good to those who love God and those who are called according to his will. ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവാത്മാവിനാൽ ആ വ്യക്തി നടത്തപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അറിയുന്നു, അല്ലെങ്കിൽ നാം അറിയുന്നു ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക്. അന്നേരം പൗലോസ് പറയാണ്, ഇങ്ങനെ ഒരു റെഫർ ചെയ്ത് കാണിക്കുകയാണ്, ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു, ഇങ്ങനെ ദൈവം ചെയ്തിരിക്കുന്നു. അത് കാണുമ്പോൾ നമുക്ക് അറിയാനായിട്ട് കഴിയും, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അൾട്ടിമേറ്റ്ലി നന്മയ്ക്കായിട്ട് കൂടും. അൾട്ടിമേറ്റ്ലി നന്മ എന്ന് പറയുമ്പോഴും നമ്മളുടെ കാര്യം ഞാനിത് വളരെ വിശദീകരിക്കുന്നില്ല, കാരണം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കാത്തതാണ്. പലപ്പോഴും ഈ വാക്ക്, ഈ നന്മ എന്നുള്ള വാക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും കിട്ടുന്നതിനെ പറ്റിയോ, ജോലി കിട്ടുന്നതിനെ പറ്റിയോ,
പണം കിട്ടുന്നതിനെ പറ്റിയോ വിദേശങ്ങളിൽ പോകുന്നതിനെ പറ്റിയോ ഇതിനെപ്പറ്റി ഒന്നും അല്ല അവിടെ പറഞ്ഞിരിക്കുന്ന നന്മ. പൗലോസ് പറഞ്ഞിരിക്കുന്ന കോണ്ടക്സ്റ്റിലും പുതിയ നിയമത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലും നന്മ, അനുഗ്രഹം എന്നുള്ള പദങ്ങൾ എല്ലാം തന്നെ ആത്മീയമായിട്ടുള്ള നന്മകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദമാണ്. അല്ലാതെ ഭൗതിക കാര്യങ്ങളെ പറ്റി പറയുന്ന ഒരു പദമല്ല. അല്ലെങ്കിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു പറയുന്ന പോലെ ഒരു ആത്മീയമായിട്ടുള്ള കാര്യമാണ്. അന്നേരം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടു. ഈ രണ്ട് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ ആത്മീയ നന്മയ്ക്കായിട്ട് ദൈവം കൂടിയവരും. അൾട്ടിമേറ്റ്ലി ആ നന്മയിലേക്ക് ദൈവം ഈ സംഭവങ്ങളെ എല്ലാം കൊണ്ടുവരും. ആ നന്മ എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്പെസിഫിക് ആക്കുന്ന താഴേക്ക് വരുമ്പോൾ അവന്റെ പുത്രന്റെ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുക എന്നുള്ളതാണ് ആ നന്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യമാണ് പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികളെന്ന് പറഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ളവർക്ക് എല്ലാ കാര്യങ്ങളുടെ നടുക്കിലും കർത്താവിന്റെ കരം പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കാനായിട്ട്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഞാൻ സാക്ഷ്യങ്ങൾ വിശദീകരിച്ച് പറയാത്തതുകൊണ്ട് പറയാത്താണ്. ഞാനത് പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. പല സാഹചര്യങ്ങളിലും ഏറ്റവും നെഗറ്റീവ് ആണ് എന്ന് തോന്നിയ കാര്യങ്ങളാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ദൈവം അതിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും അത് ആത്യന്തികമായിട്ട് എനിക്ക് നന്മയായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായിട്ടുള്ളത്. പലപ്പോഴും വിശ്വാസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു കാര്യം വിശ്വസിക്കാനായിട്ട് കഴിയും. അവർക്ക് മുമ്പോട്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും മുൻപോട്ട് കാണാൻ കഴിയുന്ന ദൈവത്തിന് ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് എല്ലാ വിഷയങ്ങളെയും ആത്മീയമായിട്ട് അവരുടെ നന്മയ്ക്കായിട്ട് കൂടിയായിരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർക്ക് എപ്പോഴും സന്തോഷിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും സന്തോഷിക്കും, എല്ലാത്തിനും സ്തോത്രം ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് എല്ലാത്തിനും സ്തോത്രം ചെയ്യാനായിട്ട് കഴിയുന്നത്? എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് കഷ്ടതയിൽ പ്രശംസിക്കാനായിട്ട് കഴിയുന്നത്? റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിർണയപ്രകാരം വിളിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ദൈവം അതിനെ എല്ലാത്തിനെയും കൂടി വ്യാപരിച്ച് അവർക്ക് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. അതുകൊണ്ട് അവർക്ക് ഏത് സാഹചര്യത്തെയും ഫേസ് ചെയ്യാനായിട്ട് കഴിയും. അതാണ് മുമ്പോട്ട് പോകുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ ആരാണ് വേർപിരിക്കുന്നത്? കഷ്ടതയോ, ആപത്തോ, വാഗ്നതയോ, വാളോ. അതായത് ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോൾ തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങൾ മാറുമെന്നോ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരത്തില്ല എന്ന് പഠിപ്പിക്കുന്നില്ല. എന്നാൽ ദൈവം അതിൽ കൂടി പ്രവർത്തിച്ച് അവരുടെ നന്മയ്ക്കായിട്ട്, അവരുടെ സന്തോഷത്തിനായിട്ട് അത് കൂടി വ്യാപരിക്കുന്നതല്ല പറഞ്ഞിരിക്കുന്നത്. അവരുടെ ആത്യന്തിക നന്മയ്ക്കായിട്ട് ദൈവം ഇതിനെ ടേൺ ചെയ്യുമെന്നാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതൊരു അൺകണ്ടീഷണൽ പ്രോമിസ് അല്ല. ലോകത്തിലുള്ള എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമല്ല. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും സംഭവിക്കണമെന്ന് നിർബന്ധ കാര്യമല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടു, അല്ലെങ്കിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്കും ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് നടക്കുന്നവർക്കുമാണ് ഈ കാര്യങ്ങൾ അപ്ലിക്കബിൾ. ഞങ്ങൾക്ക് മനസ്സിലാക്കി. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം. 29-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. 29-ാമത്തെ വാക്യമാണ് ആദ്യത്തെ. ഈ പറഞ്ഞ വാക്യം വലിയൊരു തിയോളജിക്കൽ പ്രശ്നമുള്ള ഒരു വാക്യമല്ല, എങ്കിലും ചിലർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്ന വാക്യമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. 28-ാമത്തെ വാക്യം. 29-ാമത്തെ വാക്യം ഒരു വളരെ തിയോളജിക്കൽ കോൺട്രവേഴ്സിയുള്ള ഒരു പ്രശ്നമുള്ള വാക്യമാണ്. ഈ ദൈവശാസ്ത്രജ്ഞന്മാരെ തന്നെ പൊതുവെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു വാക്യമാണ് 29-ാം വാക്യം. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രണ്ട് വാക്കുകൾ, ആ വാക്യങ്ങൾ നിങ്ങൾ പലപ്പോഴും കേട്ടുള്ളതായിരിക്കും. അത് ഒന്ന് മുന്നറിവ് എന്നുള്ള പദമാണ്, രണ്ട് മുൻ നിയമനം എന്നുള്ളത്. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ഫോർ നോളജ് ആൻഡ് പ്രീഡെസ്റ്റിനേഷൻ. ഈ രണ്ട് പദങ്ങൾ വളരെ തിയോളജിക്കൽ കോൺട്രവേഴ്സീസ് ഉള്ള, വളരെ ചർച്ച ചെയ്യപ്പെടുന്ന, ദൈവശാസ്ത്രജ്ഞന്മാർ പലപ്പോഴും എതിർ ചേരിയിൽ നിന്ന് തർക്കിക്കുന്ന പദങ്ങളാണ്. അങ്ങനെ ഞാൻ ഈ രണ്ട് പദങ്ങൾ വിശദീകരിക്കാം. ഞാൻ ഫോർ നോളജ് എന്നുള്ളത് രണ്ടാമത് വിശദീകരിക്കാം, പ്രീഡെസ്റ്റിനേഷൻ എന്നുള്ളത് ആദ്യം വിശദീകരിക്കും. എന്താണ് പ്രീഡെസ്റ്റിനേഷൻ ഇല്ലെങ്കിൽ മുൻ നിയമനം? ഈ മുൻ നിയമനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കി, ഇറ്റ് ഇസ് നോട്ട് പ്രീ ഡിറ്റർമിനേഷൻ. ദൈവം ചില കാര്യങ്ങൾ മനുഷ്യന്റെ പ്രതികരണം കൂടാതെ തന്നെ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഓട്ടോമാറ്റിക്കായി ചെയ്തു തീർക്കും എന്നുള്ള ദൈവത്തിന്റെ തീരുമാനമല്ല മുൻ നിയമനം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രീ ഡെസ്റ്റിനേഷൻ ഈസ് നോട്ട് പ്രീ ഡിറ്റർമിനേഷൻ. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് ദൈവം ഒരു സാഹചര്യത്തിലും മാറ്റമില്ലാതെ ഇങ്ങനെ സംഭവിക്കും എന്ന് ദൈവം ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമല്ല മുൻ നിയമനം. മറിച്ച് ദൈവം നേരത്തെ പറഞ്ഞ പോലെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, ഞാനതിലേക്ക് വിശദീകരിക്കാം, അവരെ പറ്റിയാണ് മുന്നറിഞ്ഞവരെന്ന് പറഞ്ഞിരിക്കുന്നത്, മുമ്പോട്ട് വിശദീകരിക്കാം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം ഒരു ഡെസ്റ്റിനേഷൻ വെച്ചിരിക്കുന്നു. ആ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അതിനുള്ള എല്ലാ പ്രൊവിഷൻസും തരാൻ തയ്യാറുമാണ്. എന്നാൽ അവിടെ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്യുന്നില്ലെങ്കിൽ
ആ ഡെസ്റ്റിനേഷനിൽ നിന്ന് തെറ്റിപ്പോകാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട് എന്ന് ദൈവം പഠിപ്പിക്കുന്നു. നേരെ പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് വെച്ചിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ, അതൊരു കോമൺ ഡെസ്റ്റിനേഷൻ. എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ പറ്റിയും ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം വെച്ചിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഇതാണ് എന്ന് ദൈവം മുന്നമേ രക്ഷിക്കപ്പെട്ട മക്കളത് പറയാണ്. എന്താണ് ആ പ്രീഡെസ്റ്റിനേഷൻ? ആ പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സ്വർഗമല്ല. ബൈബിൾ പലപ്പോഴും ഈ സ്വർഗത്തിലേക്ക് ആൾക്കാരെ പ്രീഡെസ്റ്റിനേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാറുണ്ട്. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ദൈവം ആരെയെങ്കിലും പ്രീഡെസ്റ്റിനേറ്റ് ചെയ്തെന്ന് ബൈബിൾ ഒരു വാക്യമില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്, ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ബൈബിൾ ഒരിടത്തും ആരെയും സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ദൈവം പ്രീഡെസ്റ്റിനേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നില്ല. പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ, കഴുത്തിൽ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു കാര്യമല്ല, ദൈവം നിർബന്ധിച്ചു കൊണ്ടുപോകുന്ന കാര്യമല്ല, ദൈവം വെച്ചിരിക്കുന്ന ഡെസ്റ്റിനേഷൻ. ആ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സ്വരൂപമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. എന്നിട്ട് ഞാൻ ഈ മുൻ നിയമനം എന്നുള്ള കുറച്ചുകൂടി വെച്ചിരിക്കാം. എന്നിട്ട് ദൈവം ആ ഡെസ്റ്റിനേഷൻ വെച്ചിരിക്കുന്നു എങ്കിലും ആ മുൻ നിയമിക്കപ്പെട്ട വ്യക്തികൾക്ക് അവിടെ എത്തിച്ചേരാതിരിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ ദൈവം മുന്നറിയിപ്പ്. ഞാൻ വളരെ വിശദീകരിലേക്ക് പോകുന്നില്ല. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്തിട്ടുള്ള പഴയ നിയമത്തിലെ സംഭവമാണ് 3 പുസ്തകങ്ങൾ റെഫർ ചെയ്തിരിക്കുന്ന സംഭവമാണ്. ദൈവം ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാനിലേക്ക് കൊണ്ടുപോയി. അന്നേരം ദൈവം ഈജിപ്തിൽ നിന്ന് പുറപ്പെടുപ്പിക്കുമ്പോൾ തന്നെ അവരുടെ ഡെസ്റ്റിനേഷനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിക്കുകയും കനാനിൽ എത്തിക്കുകയും ചെയ്യുമെന്നാണ്. ആ പ്രീഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ നിങ്ങളെ എത്തിക്കും, അതിനായിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നിങ്ങൾ പിന്നീട് എടുത്ത് വായിച്ചാൽ മതി. അവിടെ പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിക്കേണ്ടതിന് ഞാൻ അവരെ അവിടുന്ന് വിടുവിച്ചു, അവരെ അവിടെ എത്തിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു. ഐ ബോട്ട് യു ഔട്ട് ടു ബ്രിങ് യു ഇൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരെ പുറപ്പെടുവിച്ച് അവിടെ എത്തിക്കാൻ. അന്നേരം അവർക്ക് അവിടെ കൊടുത്തിരുന്ന പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന കനാനായിരുന്നു. അവരുടെ പുറപ്പെട്ടു വന്ന സ്ഥലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈജിപ്റ്റ് ആയിരുന്നു. എന്നാൽ നമ്മൾക്കറിയാവുന്ന പോലെ വളരെ വ്യക്തമായിട്ട് പുതിയ നിയമം മുന്നറിയിപ്പ് തരികയാണ്, അവരിൽ മിക്കപേരും ആ പ്രീഡെസ്റ്റിനേഷനിൽ എത്തിയില്ല. കാര്യം എന്താണ്? ദൈവത്തിന് അവരെ സഹായിക്കാഞ്ഞിട്ടാണോ? ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടാണോ? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വളരെ വ്യക്തമായിട്ട് എബ്രായ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, അവർ വിശ്വാസത്താൽ നിലനിൽക്കാനുണ്ട് അവർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയും. ഇതാണ് ബൈബിളിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത്. അതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ ആ ദൈവത്തിന് അവന് പ്രസാദമില്ല, പിന്മാറുന്ന നാശത്തിലേക്ക്. അന്നേരം അവരുടെ ഡെസ്റ്റിനേഷൻ മരുഭൂമി ആയിരുന്നില്ല. ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദൈവം അവരെ തള്ളിയിടാൻ വേണ്ടിയിട്ടല്ല അവിടുന്ന് പുറപ്പെടുവിച്ചത്, അവരെ കനാലിൽ എത്തിക്കാനായിട്ട്. പക്ഷെ അവർ ആ പ്രീ ഡെസ്റ്റിനേഷനിൽ എത്തിയില്ല. ഇത് പഴയ നിയമത്തിലെ ഒരു സംഭവമാണ്. പഴയ നിയമത്തിലെ ഒരു സംഭവത്തിൽ ഞാൻ ഉപദേശം സ്ഥാപിക്കല്ല, പുതിയ നിയമത്തിൽ റെഫർ ചെയ്തിരിക്കുന്ന സംഭവമാണ്. ഇത് എബ്രായ ലേഖനത്തിലും കൊരിന്ത്യർ ലേഖനത്തിലും എല്ലാം തുടർച്ചയായിട്ട്, ഈവൻ യൂദായുടെ ലേഖനത്തിൽ വരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദൈവം പുറപ്പെടുവിച്ചവർക്ക് എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞില്ല, കാരണം ഇവരുടെ ഇടയിൽ പട്ടുപോയി, കാരണം അവർക്ക് ആ പ്രീഡെസ്റ്റിനേഷൻ എത്തിച്ചേരാൻ. അന്നേരം പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തോട്, യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകാനായിട്ടാണ് ദൈവം നമ്മളെ നിയമിച്ചെങ്കിൽ അവിടെ നമുക്ക് എത്തിച്ചേരണം എങ്കിൽ ബൈബിൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള വിശ്വാസത്തിൽ നിന്നുള്ള നിലനിൽപ്പ് ആവശ്യപ്പെടുന്നു, ഇല്ലെങ്കിൽ അവിടെ എത്തിച്ചേരാൻ കഴിയത്തില്ല. അടുത്ത പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇത് പലർക്കും ശ്രദ്ധിക്കാത്തൊരു കാര്യം. ദൈവം 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തു. പലരും പറയുന്ന 12 അപ്പോസ്തലർ യൂദ നശിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുക. അങ്ങനെയല്ല. ദൈവം യേശുക്രിസ്തു പ്രാർത്ഥിച്ചു, ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചാണ് ഈ 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുക്കുന്നത്. അവർ യൂദയെ പറ്റി പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് വഞ്ചകനായി തീർന്ന യൂദ എന്നാണ്. ഈ 12 പേരുടെ പറ്റിയും അവരെ പറ്റിയുള്ളൊരു പ്രവചനം പോലെ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ 12 പേരും ഇസ്രായേൽ ഗോത്രത്തിന് 12 സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഇസ്രായേൽ ഗോത്രത്തിന് 12 ന്യായം വിധിക്കുന്നവരാകും എന്ന് ദൈവം യേശുക്രിസ്തു തന്നെ പറഞ്ഞു. യേശുക്രിസ്തുവിന് ഇവരെ പറ്റിയുള്ള പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഒരാൾ പോലും നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല ദൈവം അവരെ തെരഞ്ഞെടുത്ത്. ഇതായിരുന്നു ദൈവത്തിന്റെ പ്രീഡെസ്റ്റിനേഷൻ. പക്ഷെ നമുക്കറിയാം യൂദ പിന്മാറ്റത്തിലേക്ക് പോയി, നശിച്ചുപോയി. ആ പ്രീഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാണ്ട് കഴിഞ്ഞില്ല. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാമോ? ഞാൻ ആ ഒരു വാക്കിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഈ വാക്ക് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ദൈവം മനുഷ്യന്റെ റെസ്പോൺസിനെ പറ്റി പോലും ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ ദൈവം കഴുത്തിന് പിടിച്ചു കൊണ്ടുപോകുന്ന, ഇല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്ത് അവിടെ കൊണ്ടു ചെല്ലും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവം വെച്ചിരിക്കുന്ന ഡെസ്റ്റിനേഷനാണ്. അതിന് അവിടേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ അത് താഴേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ പറയാണ്, അവൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനെ കണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു.
God has predestined us to conform to the image of Christ. എന്നിട്ട് ഈ റോമാലേഖനം 12ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതേപോലെ പൗലോസ് വീണ്ടും അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഇവിടെ വാക്ക് ഉപയോഗിക്കണം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്വരൂപത്തോട് അനുരൂപരാകാൻ. അന്നേരം യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകാനായിട്ടാണ് നമ്മളെ നിയമിച്ചിരിക്കുന്നത്. ടു കൺഫേം ടു ദ ഇമേജ് ഓഫ് ദി സൺ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ അതിന്റെ പുത്രനോട് ബിക്കം കൺഫേം ടു ദ ഇമേജ് ഓഫ് ഹിസ് സൺ. അന്നേരം അങ്ങനെ അനുരൂപരാകാനായിട്ട് മുൻനിയമിച്ചവരുടെ അടുത്ത് പൗലോസ് പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്തു. എന്താണ്? ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നകം തിരിച്ചറിയണമെന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. അന്നേരം അനുരൂപരാകുക എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഇമേജിനാണ്. അവരടുത്ത് പറയാണ് അനുരൂപരാകരുതെന്ന് പറഞ്ഞിരിക്കുന്നത് ലോകത്തിന് അനുരൂപരാകരുത്. ലോകത്തിന് അനുരൂപരാകാതെ നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നുള്ളത്. ഇതാണ് ഈ ഒരു പ്രോസസ്സ്. ഇത് നമ്മുടെ ഭാഗത്ത് നിന്ന് ദൈവത്തിന്റെ ഭാഗത്തേക്കുള്ള റെസ്പോൺസ് ആവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തായി തീരും എന്നുള്ളത് 2 കൊരിന്ത്യർ അതിന്റെ 3ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 3ാമത്തെ അധ്യായത്തിന്റെ 16ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിഭയായി രൂപാന്തരപ്പെടുന്നു. ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വളരെ കൃത്യമാണ്. ട്രാൻസ്ഫോംഡ്, കൺഫോംഡ് എന്നുള്ള വാക്കാണ്. അന്നേരം കൊരിന്ത്യരിൽ പറയാണ്, ഈ ലോകത്തിന്റെ അനുരൂപമാകരുത്, നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ, രൂപാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നിങ്ങൾ അനുരൂപരാക്കി. ഇതാണ് ദൈവം വെച്ചിരിക്കുന്ന പ്രീഡെസ്റ്റിനേഷൻ. അല്ലാതെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് ദൈവം കുറെ ആൾക്കാരെ നേരത്തെ തന്നെ പ്രീഡെസ്റ്റിൻ ചെയ്തിരിക്കും എന്നല്ല ആ വാക്യത്തിന്റെ അർത്ഥം. യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപനായിട്ട് മുൻ നിയമിച്ചിരിക്കുന്നു. എന്നാൽ നമ്മൾ ഈ ലോകത്തിന് അനുരൂപമായിട്ട് നമ്മുടെ മനസ്സ് തിരിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിന്റെ വഴിയിൽ നമ്മൾ നടന്നാൽ, ജഡത്തെ അനുസരിച്ച് നടന്നാൽ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുകയില്ല. വളരെ വ്യക്തമാണ് ആ വാക്യം. എന്നിട്ട് ഞാൻ ആദ്യത്തെ ഭാഗമാണ് വിശദീകരിച്ചത്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കും. എന്നാൽ ഈ പ്രീഡെസ്റ്റിനേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വിശദീകരിച്ചു. ഞാൻ ആദ്യത്തെ വിശദീകരിച്ചു. ആരെയാണ് അങ്ങനെ പ്രീഡെസ്റ്റിനേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞപ്പോൾ പറഞ്ഞിരിക്കണം, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഈ മുന്നറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിട്ട് ഇത് വേറൊരു പദമാണ്, പലരും റെഫർ ചെയ്യുന്ന ഒരു പദമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം, ഞാൻ ഗ്രീക്ക് പദങ്ങളൊക്കെ വളരെ ഇവിടെ ഉപയോഗിക്കുന്ന കാര്യം അത്രയ്ക്ക് തിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പദമായതാണ്. പ്രൊഗോസിനോ എന്നുള്ള പദമാണ് അവിടെ, പ്രൊഗോനിസ്കോ എന്നുള്ളൊരു പദമാണ് അവിടെ ഗ്രീക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ പദം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അറിയുക എന്നുള്ളതും അർത്ഥമാണ് അതിനുള്ളത്. ഇത് പലരും ചിന്തിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ചിലർ ചിന്തിക്കുന്നത് മുന്നോട്ട് നോക്കി ചില ആൾക്കാർ കർത്താവിൽ വിശ്വസിക്കുമെന്ന് കണ്ട് അവരെ തെരഞ്ഞെടുത്തതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഒരു കൂട്ടർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അർമീനിയൻസ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അർമീനിയൻ തിയോളജി പറഞ്ഞാൽ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പോട്ട് നോക്കി ചില വ്യക്തികളെ കാണുന്നു, അവർ വിശ്വസിക്കുമെന്ന് കണ്ട് അവരെ മുന്നറിഞ്ഞ് അവരെ തെരഞ്ഞെടുക്കും. അതേസമയം കാൽവിനിസ്റ്റുകൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. അവർ വിശ്വസിക്കുന്ന പറഞ്ഞാൽ ദൈവം അതും ലോകസ്ഥാപനത്തിന് മുമ്പേനാണ്. ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ അവർ വിശ്വസിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയാതെ തന്നെ ചിലരെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞ രണ്ട് തിയോളജിക്കൽ സ്ട്രീംസ് ഞാൻ വിശദീകരിച്ചെന്ന് പറഞ്ഞു. ഈ മുന്നറിവ് എന്നുള്ള പദം, സത്യത്തിൽ ഈ മുന്നറിവ് എന്നുള്ള ആ പദം, ആ ഗ്രീക്ക് പദത്തിന് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ മുൻകൂട്ടി ചിലരെ കണ്ടുവന്നോ, അവർ വിശ്വസിക്കുമെന്ന് കണ്ടുവന്നോ, വ്യക്തികളെ കണ്ടുവന്നോ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കുകയും വീണ്ടും നോക്കുകയും ചെയ്യാവുന്നതാണ്. മുന്നറിയുക എന്നുള്ള ഈ പദം, ആ ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം നേരത്തെ ചില വ്യക്തികളുമായി ബന്ധമുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ദൈവം നേരത്തെ ചില വ്യക്തികളെ അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ലോകസ്ഥാപനത്തിന് മുമ്പേ അറിഞ്ഞു എന്നുള്ള അർത്ഥത്തില്ല. ആ പദം ഞാൻ വേണമെങ്കിൽ വായിക്കാം. ഇതേ വാക്ക് വരുന്ന അപ്പോസ്തല പ്രവൃത്തി 8:26 ആ പദം ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്യം നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അത് മനസ്സിലാവും. ഈ ദൈവം സീരിയസ് ആയിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 8:26 വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ആക്ട്സ് ചാപ്റ്റർ 8:26 ഇതേ പദമാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ വാക്യം, ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതപ്രകാരം പരീശനായി ജീവിച്ചു എന്ന് അവർ
ആദ്യം മുതൽ അറിയുന്നു. വിച്ച് ഫ്രം ദ ബിഗിനിങ് ദേ ന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന അവർക്ക് നേരത്തെ എന്നെ പറ്റി അറിയാമെന്ന് മാത്രമാണ് പറഞ്ഞത്. അവർക്ക് നേരത്തെ ഈ കാര്യങ്ങൾ, എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് പരീശന്മാർക്ക് നേരത്തെ അറിയാം. അത്രയേ ഉള്ളൂ. അല്ലാതെ ലോകസ്ഥാപനത്തിന് മുമ്പോട്ട് നോക്കി അറിയുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, നേരത്തെ തന്നെ പൗലോസിന്റെ ഈ ജീവിതത്തെ പറ്റി അറിയാം. ഈ അതേ വാക്യമാണ് മുന്നറിവ് എന്നുള്ള വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ വാക്യം തന്നെ വരുന്ന വേറൊരു വാക്കാണ് 2 പത്രോസ് അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ 2 Peter chapter 3 verse 17. 2 പത്രോസ് 3:17 അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻപ് കൂട്ടി അറിഞ്ഞിരിക്കുക കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വസ്ഥിരത വിട്ടുപോകാതിരിക്കാൻ സൂക്ഷിച്ചു. യു therefore beloved knowing this forehand, നിങ്ങൾക്ക് മുന്നമേ ഈ കാര്യങ്ങൾ അറിയാമല്ലോ. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നറിവ് എന്ന് റോമർ 8:28-29 പറഞ്ഞിരിക്കുന്ന ഒരു പദം ഒരു സാധാരണ പദമാണ്. അല്ലാതെ ദൈവം മുന്നമേ ചില കാര്യങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടുവെന്നോ ചില വ്യക്തികളെ കണ്ടുവെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്. പൗലോസ് റോമയിലെ വിശുദ്ധർക്ക് പറയാണ്, ദൈവം നേരത്തെ അറിഞ്ഞ വ്യക്തികളും ദൈവം നേരത്തെ തന്നെ മനസ്സിലാക്കി ദൈവമായിട്ട് ബന്ധത്തിൽ വന്ന ചില വ്യക്തികൾ, അവരെ ദൈവം എന്ത് ചെയ്തു? ദൈവം തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകുന്നതിന് അവന്റെ സ്വരൂപത്തോട് അനുഭവം മുൻനിയമിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കണം, അതുവരെ പൗലോസ് നാം എന്ന് പറഞ്ഞിട്ട് പൗലോസ് ഒരു തേർഡ് പാർട്ടി ആൾക്കാരെ പറ്റി പറയാണ്. പൗലോസ് ഇവരടുത്ത് പറയാണ്, കഷ്ടതയിൽ കടന്നു പോകുന്ന വ്യക്തികളടുത്ത് പറയാണ്, ദൈവം ചില വ്യക്തികളെ നേരത്തെ അറിഞ്ഞു, അവർ ദൈവത്തെയും അറിഞ്ഞു. അതുകൊണ്ട് ഗലാത്യർ പറഞ്ഞിരിക്കുന്നത്, ദൈവം നിങ്ങളെ അറിഞ്ഞു, പ്രത്യേകമായി നിങ്ങൾ ദൈവത്തെയും ദൈവം നിങ്ങളെയും അറിഞ്ഞു. എന്ന് വെച്ചാൽ ദൈവം ചില വ്യക്തികളുമായി, രക്ഷിക്കപ്പെട്ട ചില വ്യക്തികളുമായി, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തെ അറിഞ്ഞ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വന്ന വ്യക്തികളെ ദൈവം തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുഭവമാനായിട്ട് മുൻനിയമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തേർഡ് പാർട്ടിയെ പറ്റി പറയുന്നത്. ഇത് നമുക്കും ആപ്ലിക്കബിൾ ആണ്, റോമയിലെ വിശ്വാസികൾക്കും ആപ്ലിക്കബിൾ ആണ്. എന്നിട്ട് പറയാണ്, ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അടുത്ത വാക്യം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകത്തുള്ളൂ. ഞാൻ നേരെ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക എന്നാണ്. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞത്, ഏകസത്യമായ ദൈവമായ നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകും. അന്നേരം ദൈവം ചില വ്യക്തികളെ അറിഞ്ഞു, ദൈവത്തെ അവരും അറിഞ്ഞു. അവരെ ദൈവം കർത്താവിന്റെ സ്വരൂപത്തോട് അനുഭവമാനായിട്ട് മുൻനിയമിച്ചു. അതാണ് ഇവിടെ ഫോർ നോളജ് ആൻഡ് പ്രീഡെസ്റ്റിനേഷൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറെ വലിയ തിയോളജിക്കൽ കോൺട്രവേഴ്സി ഉള്ളൊരു പദമല്ല. എന്നിട്ട് പറയാണ്, അങ്ങനെ മുൻനിയമിച്ചവരെ, പ്രീഡെസ്റ്റൈൻ ചെയ്തവരെ, പുത്രന്റെ സ്വരൂപത്തോട് അനുഭവമാകാനായിട്ട് മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു. പൗലോസ് അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വന്ന്, അങ്ങനെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നവരെ ദൈവം എന്ത് ചെയ്തു? ദൈവം അവരെ വിളിച്ചവരാണ്, ദൈവം അവരെ നീതീകരിച്ചു, അവരെ തേജസ്കരിച്ചിരിക്കുന്നു. ഇത് മൂന്നും കഴിഞ്ഞു പോയ കാര്യമായിട്ടാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വരാനായിട്ട് കഴിയും, ഈ തേജസ്കരിച്ചിരിക്കുന്നു. എന്നിട്ട് ഇത് പലരും പറഞ്ഞിരിക്കുന്നത് ഗോൾഡൻ ചെയിൻ ഓഫ് സാൽവേഷൻ എന്നുള്ള രീതിയിലാണ് പലരും വിശദീകരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ചില ആൾക്കാരെ ലോകസ്ഥാപനത്തിന് മുമ്പേ മുൻകണ്ടു, അവരെ ദൈവം തെരഞ്ഞെടുത്തു, അവരെ വിളിച്ചു, അവരെ നീതീകരിച്ചു, അവരെ തേജസ്കരിച്ചു ഇരിക്കുന്നു. അത് ഓൾറെഡി കഴിഞ്ഞു പോയി. ദൈവം ഇതെല്ലാം മനുഷ്യന്റെ റെസ്പോൺസ് ആവശ്യമില്ലാത്ത രീതിയിൽ ചെയ്തു തീർത്തു എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ലെറ്ററാണ്, വായിക്കുന്ന ആൾക്കാർക്ക് ലളിതമായിട്ട് മനസ്സിലാകാവുന്ന ചില സത്യങ്ങളാണ്. പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ രക്ഷിക്കപ്പെട്ട ആ വ്യക്തികളെ, ദൈവം മുന്നറിഞ്ഞവരെ ദൈവം പുത്രന്റെ സ്വരൂപത്തോട് അനുഭവമാനായിട്ട് മുൻനിയമിച്ചു. അങ്ങനെ മുൻനിയമിച്ചവരെ ദൈവം വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അന്നേരം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്ത് തേജസ്കരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ അത് രണ്ടാമത്തെ ഒരു വാക്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തേജസ്കരണം എന്നുള്ള വാക്ക് ശരീരത്തിന്റെ തേജസ്കരണത്തെ പറ്റി ഉപയോഗിക്കുന്ന പദമല്ല. അത് ഇംഗ്ലീഷിൽ ഗ്രീക്കിൽ ഡോക്സാസോ എന്ന് പറഞ്ഞ ഒരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഉയർത്തി എന്ന് പറഞ്ഞു. റോമാലേഖനത്തിലും ബൈബിൾ ഉടനീളം ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ഒറ്റ ഒരിടത്ത് പോലും ശരീരത്തിന്റെ തേജസ്കരണത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 1:21 ഇതേ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. 11-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലൂടെ പറയുന്നുണ്ട് ഇതേ പദം. റോമാലേഖനത്തിൽ തന്നെയുള്ള പദങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 11-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, ചിലരെ രക്ഷിക്കാമോ എന്ന് വെച്ച് തന്നെ ഞാൻ എന്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു എന്നുള്ള പദമാണ് അവിടെ
ആ ഡോക്സാസോ എന്ന പദം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്, പുകഴ്ത്തുന്നു. 15-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, റോമാലേഖനത്തിലെ വാക്യം മാത്രമാണ്. ബൈബിൾ ഉടനീളം നിങ്ങൾക്ക് വായിക്കാനായിട്ട് മനസ്സിലാക്കും. അവിടെ 15-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ നിങ്ങൾ ഐക്യത്തിൽപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോട് ഒരു വാക്കിനാൽ മഹത്വപ്പെടുത്തേണ്ടത്. നേരെ മഹത്വപ്പെടുത്തുക, പുകഴ്ത്തുക, ഗ്രേഡിൽ ഉയർത്തുക എന്നുള്ള പദമാണ് ഇവിടെ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ പൗലോസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചില വ്യക്തികൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നു, ദൈവം അവരെ അറിഞ്ഞു, ദൈവത്തെ അവർ അറിഞ്ഞു. അവർ ദൈവം നേരത്തെ അറിഞ്ഞവരാണ്, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നേരത്തെ വന്നവരാണ്. അവരെ പറ്റി പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, അവരെ കർത്താവ് എന്ത് ചെയ്തു? അവരെ കർത്താവ് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകാനായിട്ട് ദൈവം അവരെ മുൻനിയമിച്ചവരാണ്. അങ്ങനെ മുൻനിയമിച്ചവരെ ദൈവം വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിക്കുകയും ചെയ്തു. ഇത് മരണത്തിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ പറ്റി അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. മരണത്തിലുള്ള പുനരുത്ഥാനം നടന്നു കഴിഞ്ഞു നടക്കുവാൻ പോകുന്നു ഇവിടെ പറയുന്നില്ല. അന്നേരം പൗലോസ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, പൗലോസ് ഇവരടുത്ത് പറയാണ്, ദൈവം ചിലരുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തു, ഇതേ കാര്യം നമ്മുടെ ജീവിതത്തിലും ദൈവം ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയും? ഞാൻ പറഞ്ഞു തൊട്ടു മുമ്പ് വരെ നാം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നാം എന്ന് പറയുന്നത് ഇവിടെയാണ്. പൗലോസ് റെഫർ ചെയ്യുകയാണ് ചില വിശുദ്ധന്മാരെ, ദൈവമക്കളെ. അത് ചിലപ്പോൾ മുമ്പിൽ പൗലോസ് നേരത്തെ പറഞ്ഞ പഴയ നിയമ വിശുദ്ധന്മാരോട് അതിൽ ഇൻക്ലൂഡായിട്ടുള്ളവരായിരിക്കാം, ഇല്ലെങ്കിൽ റോമയിലെ വിശ്വാസികൾക്ക് അറിയാവുന്ന ചില ആൾക്കാരെ പറ്റി റെഫർ ചെയ്തിട്ട് പറയുകയാണ്, ദൈവം ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തു, ദൈവം അവരെ വിളിച്ചു, അവരെ നീതീകരിച്ചു, അവരെ തേജസ്കരിച്ചു, എന്ന് പറഞ്ഞാൽ അവരെ മഹത്വപ്പെടുത്തി, അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകാനായിട്ട് അവരെ മുൻനിയമിച്ചു, അവരെ രൂപാന്തരപ്പെടുത്തി, എല്ലാ കഷ്ടതകളുടെ നടുവിൽ കർത്താവ് ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇത് സംബന്ധിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത്? നമ്മളുടെ ജീവിതത്തിൽ ഇതേപോലെ ദൈവം ചെയ്യാനായിട്ട് ശക്തനാണ് എന്ന് ദൈവം വേറെ കൂട്ടരെ കാണിച്ചുകൊണ്ട് റെഫർ ചെയ്യാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഈ മെസ്സേജ് റീവൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കേൾക്കാം. കേട്ടിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തിന് ആൻസർ ചെയ്യാനായിട്ട് തയ്യാറാണ്. എന്നിട്ട് ഇത്രയുമാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇത്ര ഒരു തിയോളജിക്കൽ കോൺട്രവേഴ്സി ഉള്ള പദങ്ങൾ ആ ഒരു അർത്ഥത്തിലല്ല പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് ഒരിക്കലും ഒരു ലെറ്റർ എഴുതുമ്പോൾ ഒരിക്കലും ടെൻസ് മാറ്റി ഈ രീതിയിൽ പറയത്തില്ല. മുൻപോട്ട് വരാൻ പോകുന്ന ഒരു കാര്യത്തെ കഴിഞ്ഞുപോയി എന്നുള്ള രീതിയിൽ പറയത്തില്ല. ആൾക്കാർക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കത്തില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞു പോയ കാര്യം തന്നെയാണ്. ചിലരെ ദൈവം മഹത്വപ്പെടുത്തി പറഞ്ഞ ദൈവം അവരെ തേജസ്കരിച്ചു എന്നല്ല, ദൈവം അവരെ ഉയർത്തി, ദൈവം അവരെ ഗ്ലോറിഫൈ ചെയ്തു, ദൈവം അവരെ മഹത്വപ്പെടുത്തി, ദൈവം അവരെ പുകഴ്ത്തി എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോട്ടെ. എന്നിട്ട് പൗലോസ് പറയാണ്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയും? ഇങ്ങനെ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ, ദൈവം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് ആർക്കാണ് നിൽക്കാനായിട്ട് കഴിയുന്നത്? കർത്താവ് രക്ഷിക്കപ്പെട്ട ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് അവരുടെ ജീവിതത്തിൽ കൂടി എല്ലാ സാഹചര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർക്ക് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കാനായിട്ട് ദൈവം തയ്യാറായിട്ട് നിൽക്കുന്നുവെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ആര് നമ്മുടെ പ്രതികൂലം നിന്നാലും നമുക്ക് എന്താണ് പ്രശ്നം വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവശക്തനായിട്ടുള്ള ദൈവം, ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം, ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അനുകൂലമാണ്. ദൈവം അവരുടെ സൈഡിലാണ്. അങ്ങനെയാണ് എങ്കിൽ ലോകത്തിൽ എന്ത് പ്രശ്നങ്ങളുടെ നടുവിലും അവർക്ക് നിലനിൽക്കാനായിട്ട് കഴിയും. ദൈവം അവർക്ക് അനുകൂലമാണ് എങ്കിൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം. എന്നിട്ട് ഇത് ദൈവം അനുകൂലമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കർത്താവ് പൗലോസ് പറയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലവും നമുക്ക് നൽകാതിരിക്കും. എന്നിട്ട് ഈ സകലവും എന്നുള്ള മുകളിൽ പറയുന്നുണ്ട്, സകലവും നമ്മുടെ നന്മയ്ക്കായിട്ട് കൂടി ആവരിക്കും എന്ന് പറഞ്ഞിട്ട് പറയാണ്, സകലവും നമുക്ക് വേണ്ട ആവശ്യമുള്ള സകലവും എന്താണ്? ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, ദൈവത്തിന്റെ മുൻനിയമനത്തിലേക്ക്, ദൈവത്തിന്റെ പ്രിഡസ്റ്റിനേഷൻ ആ പോയിന്റിലേക്ക് എത്താനായിട്ടുള്ള സകല സപ്പോർട്ടും ദൈവം നമുക്ക് തരും എന്നാണ്, ഇതിലേക്ക് തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നൽകാതിരിക്കുമോ എന്ന് ഇവിടെ ചോദിക്കുമ്പോൾ ഒരു ചോദ്യമാണ്. നൽകി എന്നുള്ളതിന്റെ ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്, ജീവനും ഭക്തിക്കും വേണ്ടിയ സകലവും നമുക്ക് നൽകിയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഭക്തിയോടെ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കർത്താവിന്റെ സ്വരൂപത്തോട് അനുഭവപ്പെട്ട് ആത്മീയമായിട്ട് നടക്കാൻ തീരുമാനിച്ച് നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിനു വേണ്ട സകലവും, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം സകലവും എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയിൽ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയല്ല, നമുക്ക് ആത്മീയമായിട്ട് മുമ്പോട്ട് പോകാനുള്ള സകല സപ്പോർട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകാതിരിക്കുമോ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പൗലോസ് ഇവിടെ ആര് നമുക്ക് പ്രതികൂലമാണ് എന്ന് ചോദിച്ചിട്ട് പറയാണ്, ആരാണ് നമ്മളെ കുറ്റം വിധിക്കുന്നത് ചോദിക്കുക. എന്നിട്ട് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചില ആൾക്കാർ പ്രതികൂലമായേക്കാം, ചില ആൾക്കാർക്ക് നമ്മളെ കുറ്റം വിധിച്ചേക്കാം.
ഇത് ശരിക്കും പിശാചി രണ്ടും നമ്മൾക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഭാഗത്തുള്ളത് കർത്താവാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ താഴ്ന്നിരിപ്പിൻ പിശാചിന്റെ എതിർപ്പിൽ എന്ന് പറയുന്നത്. അന്നേരം ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തികളുടെ പ്രിവിലേജസ് ആണ് പൗലോസ് കൊണ്ടുപോയിരിക്കുന്നത്. അന്നേരം ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ദൈവം ജസ്റ്റിഫൈ ചെയ്തു. ദൈവം ജസ്റ്റിഫൈ ചെയ്ത ഒരു വ്യക്തിയെ കുറ്റം വിധിക്കാനായിട്ട് ഒരു വ്യക്തിക്കും കഴിയത്തില്ല. കാരണം യേശു ക്രിസ്തു നമുക്ക് നമ്മുടെ കുറ്റം വിധിയാണ് നീക്കിക്കളഞ്ഞത്. കൊലോസ്യ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, ഞാൻ ആ നീതീകരണത്തിനെ പറ്റി പറഞ്ഞ സമയത്ത് പറഞ്ഞ വാക്യങ്ങളാണ്, ഞാൻ വീണ്ടും അത് ഒന്നുകൂടി ആവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. കൊലോസ്യ ലേഖനം 2:15 പറഞ്ഞിരിക്കുകയാണ്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞു. എന്നിട്ട് നമുക്കെതിരായിട്ടുള്ള കുറ്റാരോപണങ്ങൾ, ന്യായപ്രമാണത്തിൽ കൂടിയാണ് ആ കുറ്റാരോപണങ്ങൾ നമ്മുടെ മേൽ വന്നത്. എന്ന് പറഞ്ഞാൽ ലോയാണ് ആ കുറ്റാരോപണങ്ങൾ നമ്മുടെ മുകളിൽ വെച്ചത്. നമ്മൾ ശരിക്കും കുറ്റാരോപണം, നമ്മൾ തെറ്റ് ചെയ്തവരാണ്, നമ്മൾ കുറ്റം ചെയ്തവരാണ്, ശിക്ഷ വിധിക്കപ്പെട്ടവരുമാണ്, ഇവിടെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടവരുമാണ്. എന്നാൽ എന്ത് ചെയ്തു ദൈവം? ആ കുറ്റപത്രം തന്നെ, നമ്മുടെ മേലുള്ള കുറ്റപത്രം തന്നെ ക്രൂശിൽ തറച്ച് നമ്മൾ നീക്കിക്കളഞ്ഞ് നമ്മളെ നീതീകരിച്ചു. ഗോഡ് ജസ്റ്റിഫൈഡ് us. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ല. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തികളുടെ ജീവിതത്തിൽ പിന്നെയും തെറ്റുകൾ വന്നേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആത്മീകൻ എന്ന് പറയുമ്പോൾ ഒരു തെറ്റിലും വീഴാത്ത പെർഫെക്റ്റ് ആ വ്യക്തി എന്നുള്ള അർത്ഥത്തിലല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നേക്കാം. അതുകൊണ്ട് ആ വ്യക്തിക്ക് തെറ്റുകൾ വന്നേക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ വ്യക്തി റിപ്പന്റ് ചെയ്ത് കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ യേശുക്രിസ്തു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ശിക്ഷ വിധിക്കുന്നവൻ ആര്? യേശുക്രിസ്തു മരിച്ചതിൽ കൂടി ആ ശിക്ഷാവിധി നീങ്ങിപ്പോയി. അത് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ശിക്ഷാവിധി യേശുക്രിസ്തുവിൽ ഏറ്റെടുത്ത് നമ്മൾ നീങ്ങിപ്പോയി. എന്നാൽ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരികയാണെങ്കിൽ ഇന്ന് ആരാണ്? ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഒരു വ്യക്തി നമുക്ക് വേണ്ടി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി സ്ഥിരമായിട്ട് പക്ഷപാതം ചെയ്യുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ദൈവസന്നിധിയിൽ യേശുക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു. അന്നേരം ദൈവസന്നിധിയിൽ നമ്മളെ കുറ്റം വിധിക്കുന്ന ഒരു വ്യക്തി ഇപ്പോഴും ഉണ്ട്. അത് പിശാചാണ്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, രാപ്പകൽ നമ്മളെ കുറ്റം വിധിക്കുന്ന അപവാദി എന്നാണ് പിശാചിനെ പറ്റി പറയുന്നത്. അന്നേരം നമ്മുടെ ജീവിതത്തിൽ, രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുമ്പോൾ, വീഴ്ചകൾ വരുമ്പോൾ ആ വ്യക്തി കുറ്റബോധത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ കുറ്റബോധത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പിശാചിന്റെ അടിമത്തത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തു നമ്മളെ ജസ്റ്റിഫൈ ചെയ്തു എന്ന് മാത്രമല്ല, കർത്താവ് നമ്മുടെ പിതാവിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിരന്തരം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തക്ക സമയത്ത് കൃപ പ്രാപിക്കാനും കരുണ ലഭിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനോട് അടുത്തില്ല. കാരണം യേശുക്രിസ്തു മഹാപുരോഹിതനായിട്ട് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. അന്നേരം യേശുക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്നുള്ളത് എബ്രായത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, അവൻ സദാ ജീവിക്കുന്നവനാകെ, നിരന്തരമായിട്ട് ജീവിക്കുന്ന ആൾ നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും കർത്താവിന്റെ സന്നിധിയിൽ ചെന്നിട്ട് നമുക്ക് ആ നീതീകരണവും നമ്മളുടെ വിശുദ്ധീകരണവും നമ്മുടെ ക്ലൻസിങ്ങും സാധിക്കാൻ കഴിയുന്നുണ്ട്. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടി ചെല്ലാന്നാണ്. എന്നിട്ട് പറയാണ്, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഇങ്ങനെ ആയതുകൊണ്ട് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ വേർപിരിക്കും. അന്നേരം ആദ്യത്തെ ഭാഗത്ത് പൗലോസ് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒന്ന് ചോദിക്കുകയാണ്, നമുക്ക് ആരാണ് പ്രതികൂലമായിട്ട് അനേക ആൾക്കാർ കണ്ടേക്കാം, പക്ഷെ ദൈവം നമുക്ക് അനുകൂലമായതുകൊണ്ട് ഒരു മനുഷ്യനെ നമുക്ക് പ്രതികൂലമാണെങ്കിൽ നമുക്കത് വിഷയമില്ല. 2, ആരാണ് നമ്മളെ കുറ്റം വിധിക്കുന്നത്? പിശാച് കാണും, മനുഷ്യർ കാണും. ചിലപ്പോൾ മനുഷ്യർക്ക് ഒരിക്കലും നമ്മളെ കുറ്റം വിധിക്കാതിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ ചിലപ്പോൾ അവർ ദൈവസന്നിധിയിൽ നമ്മൾ റെസ്റ്റോർ ചെയ്ത് മനുഷ്യർ കാണുന്നില്ലായിരിക്കും. അവർ വീണ്ടും കുറ്റം വിധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചിലപ്പോൾ പാർട്ട്നേഴ്സ് നമ്മളെ കുറ്റം വിധിച്ചേക്കാം. അവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് നമ്മളുടെ ഒരു തെറ്റ് അവർക്ക് ചിലപ്പോൾ ക്ഷമിക്കാം, പക്ഷെ ദൈവം അത് കുറ്റം വിധിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കും. 3 പറയാണ്, ആരാണ് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്നത്? നമ്മളെ ദൈവത്തിൽ നിന്ന് വേർപിരിക്കുന്നത് ആരാണെന്നുള്ളതിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അവിടെ പറഞ്ഞിരിക്കുന്നത് പല കാര്യങ്ങൾ. അവിടെ കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം സകലവും നന്മയ്ക്കായിട്ട് കൂടി ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും വരത്തില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. സകലവും നന്മയ്ക്കായി, എല്ലാ കാര്യങ്ങളും നല്ലതാണ് സംഭവിക്കുന്നതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എല്ലാം നല്ലതേ ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കൂ എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വരാം. എന്നാൽ സകലവും നന്മയ്ക്കായി ദൈവം നന്മയ്ക്കായിട്ട് കൂടി ആവരിക്കുന്നതാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ കാര്യങ്ങളൊന്നും നമ്മളെ ദൈവത്തിൽ നിന്ന് വേർപിരിക്കുകയില്ല. എന്നിട്ട് വേണം, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊള്ളും, അറുക്കാനുള്ള ആളുകളെ പോലെ ഞങ്ങളെ എണ്ണുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിൽ നിന്നൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. ഇത് അധ്യായം തുടങ്ങുമ്പോൾ
ദൈവം നമ്മളെ സ്വതന്ത്രരാക്കി എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ജയാളികളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മൾ ഫ്രീഡവും വിക്ടറിയും തമ്മിൽ വ്യത്യാസമാണ്. ഞാനൊരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അവിടെ ദൈവം നമ്മളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയെന്ന് മാത്രമല്ല, നമ്മൾ എല്ലാ സാഹചര്യങ്ങളുടെയും മുകളിൽ വിജയകാളികളായിട്ട് നിൽക്കാനായിട്ട് ദൈവം നമ്മൾ. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എല്ലായിടത്തും ദൈവത്തിന്റെ സൗരഭ്യവാസന ഞങ്ങളെ കൊണ്ട് പുറപ്പെടുവിക്കുന്ന കർത്താവിന് മഹത്വം, ദൈവത്തിന്റെ വിജയത്തിന്റെ സൗരഭ്യവാസന പുറപ്പെടുവിക്കുന്ന കർത്താവിന് സ്തോത്രം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു വാക്യവും റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 14 മുതൽ താഴേക്കുള്ള ഒരു ഒറ്റ വാക്യവും ജഡീകർക്ക് ആപ്ലിക്കബിൾ അല്ല. അവർക്ക് ഇതൊന്നും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമല്ല. അവർക്കിതൊന്നും ചുമ്മാതെ ക്ലെയിം ചെയ്യാമായിരിക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്, വാക്യങ്ങൾ എഴുതി വെച്ചിട്ട് ഏറ്റുപറയായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിനെ ആത്മാവനുസരിച്ച് അതും 2 കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നവർക്കാണ് താഴേക്ക് പറഞ്ഞത് എല്ലാം വരുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കും. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നാമോ നമ്മെ സ്നേഹിച്ചവർ മുഖാന്തരം ഇവയിലൊക്കെയും പോകുന്നു. മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നമ്മളെ വേർപിരിക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം കൺവിൻസ്ഡ് എന്നുള്ള വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഉറച്ചിരിക്കുന്നു എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ എം കൺവിൻസ്ഡ് നെയ്തർ ഡെത്ത് നോർ ലൈഫ് nor angels, nor principalities, nor things present, nor things to come, nor powers, nor heights, nor depth, nor any other created thing which will be able to separate us from the Lord. Any created thing, ഒരു കാര്യം, ഈവൻ ഒരു സംഭവത്തിനും ഒരു വ്യക്തിക്കും പല ഈ 2 എക്സ്ട്രീമിൽ പറയുന്നത്, ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ എന്ന് പറയുമ്പോൾ ഏതൊരു സംഭവത്തിനും രക്ഷിക്കപ്പെട്ട് ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ദൈവ പൈതലിനെ ദൈവത്തിന്റെ സ്നേഹത്തിൽ വേർപിരിക്കാനായിട്ട് കഴിയത്തില്ല. there is no condemnation എന്ന് പറഞ്ഞ 8-ാമത്തെ അധ്യായം തുടങ്ങിയിട്ട് പൗലോസ് കൺക്ലൂഡ് ചെയ്യാണ്, there is no separation. അങ്ങനെ ഒരു വിജയകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതമാണ് ബൈബിൾ ഓഫർ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ പ്രീഡെസ്റ്റിൻ ചെയ്തിരിക്കുന്നത്. ദൈവം നമ്മൾക്ക് ആ ഡെസ്റ്റിനേഷനാണ് മുൻ നിയമിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ എല്ലാ രീതിയിലും പരിശുദ്ധാത്മാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 പേരെയും അവിടെ റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നു. ദൈവം നമുക്ക് അനുകൂലമാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പക്ഷപാതം ചെയ്യും. ഇങ്ങനെ ദൈവം നമുക്ക് അനുകൂലമായതുകൊണ്ട് ദൈവത്തെ നമ്മളെ അവിടെ എത്തിക്കാനായിട്ട് കഴിയും. നമ്മൾ വിശ്വാസത്തിൽ കർത്താവിൽ നിലനിന്നാൽ എന്നാൽ ദൈവത്തിന് അവിടെ എത്തിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് പൗലോസ് ഈ റോമാലേഖനത്തിൽ കൂടി 8-ാമത്തെ അധ്യായത്തിൽ കൂടി വിശദീകരിക്കുന്നത്. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തോടു കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മെയിൻ കാര്യം പൗലോസ് നിർത്തിയാണ്. 9-ാമത്തെ അധ്യായം മുതൽ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് പറയുന്നത്. എന്നാൽ ഞാനതിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന പലതരത്തിലുള്ള തിയോളജിക്കൽ കോൺട്രവേഴ്സിയൽസ് ഉള്ള അധ്യായങ്ങളാണ് മുമ്പോട്ട് പോകുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കൂടുതൽ എടുത്തു. കുറച്ച് വാക്യങ്ങൾ എടുത്തു. ആദ്യമൊക്കെ നമ്മൾ അധ്യായങ്ങൾ വരെ ഒറ്റ ഇതിലെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിലേക്ക് പോവാണ്. കാരണം ഈ പറഞ്ഞിരിക്കുന്നത് വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സമയം എടുത്തത്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലാണെങ്കിലും ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. ദൈവം നമ്മളെ സഹായിക്കും. അല്ല ബ്രദറെ, ഒരു കാര്യം ഞാൻ ഈ പിന്നെ ഇതിന്റെ 8-ാമത്തെ അധ്യായത്തിൽ ഇപ്പൊ നമ്മൾ 28 തൊട്ടല്ലേ വായിച്ചത്. 28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോഴേ ആദ്യം ഞാൻ വിചാരിച്ചിരുന്ന പ്ലെയിനായിട്ട് വായിച്ചപ്പം ഇത് പിന്നെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവര്, അപ്പം കർത്താവ് തന്നെ വിളിച്ചു, അതുപോലെ കർത്താവ് തന്നെ നീതീകരിച്ചു, കർത്താവ് തന്നെ ഇതെല്ലാം കർത്താവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 33-ാമത്തെ വാക്യം ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും, നീതീകരിക്കുന്നവൻ ദൈവം, ഇതെല്ലാം ചെയ്യുന്ന ദൈവമാണെന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ നേരത്തെ വായിച്ചോണ്ടേ ആദ്യം ചിന്തിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ബ്രദർ പറഞ്ഞപ്പോഴും എനിക്ക് സംഭവം മനസ്സിലായിരുന്നു. കാരണം കർത്താവിന്റെ സ്വരൂപത്തോടെ അനുരൂപരാകാനാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. അതുപോലെ ഈ 5-ാമത്തെ അധ്യായത്തിന്റെ ഇതിൽ തന്നെ 5-ാമത്തെ അധ്യായത്തിന്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം ഈ നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. ഇതെല്ലാം വിശ്വാസത്താൽ നമ്മൾ കർത്താവിനെ അറിയേണ്ടതാണെന്നുള്ള ഒരു കാര്യം. അങ്ങനെയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നാം മനസ്സിലാകുന്നത്. പക്ഷെ ഈ യൂദായുടെ ലേഖനത്തിൽ ഒരു വാക്യം അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിക്കാനായിരുന്നു. യൂദായുടെ ലേഖനത്തിലെ അതിന്റെ 4-ാമത്തെ വാക്യം അല്ല 3-ാമത്തെ വാക്യം, പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് പ്രബോധിപ്പിച്ചെഴുതാൻ
ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസവും നമുക്ക് തരുന്നു എന്നുള്ള ഒരു ചിന്ത എനിക്ക് അവിടെ തോന്നി. അതൊന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ വിശ്വാസം എന്നുള്ളത് ദൈവം നമുക്ക് തരുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാം, വിശ്വാസം നമുക്ക് തരുന്നത്. പക്ഷെ എങ്ങനെയാണ് ആ വിശ്വാസം വരുന്നത്? റോമാലേഖനത്തിൽ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. അതായത് സുവിശേഷം കേൾക്കുന്ന, സുവിശേഷത്തിൽ കൂടി ദൈവം ആ വിശ്വാസം ആ കേൾക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് വിശ്വാസം വരുന്നത്? വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അതുകൊണ്ടാണ് സുവിശേഷം രക്ഷയ്ക്കായിട്ട് വ്യാപരിക്കാൻ ദൈവശക്തിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തികൾക്ക് ആ വിശ്വാസം ദൈവം കൊടുക്കുകയാണ്. എന്നാൽ ആ വിശ്വാസം നമുക്ക് തരുന്നുവെങ്കിൽ നമുക്കത് ഏറ്റെടുക്കുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇതേ കാര്യം പറഞ്ഞിട്ട് പറയാണ്, ആ കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിച്ചില്ല. കാരണം എന്താണ്? അവരത് ഏറ്റെടുത്തില്ല. അന്നേരം വിശ്വാസം ദൈവം കൊടുക്കുന്നതാണ്, അത് ഏറ്റെടുക്കുന്നവർക്കാണ് ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത്. അന്നേരം അല്ലാതെ ദൈവം ചില വ്യക്തികൾക്ക് മാത്രം വിശ്വാസം കൊടുക്കുന്നു എന്ന് പറയുമ്പോഴേ ഉള്ളൂ പ്രശ്നം. ദൈവം സുവിശേഷത്തിൽ കൂടി എല്ലാവരെയും വിളിക്കുന്നു. സുവിശേഷം കേൾക്കുന്ന എല്ലാവർക്കും ദൈവം വിശ്വസിക്കാനായിട്ടുള്ള ശക്തി കൊടുക്കും. അവർക്ക് വിശ്വസിക്കാൻ കഴിയും, അതിനെ റിജക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. റിജക്റ്റ് ചെയ്യുന്നവരെയാണ് ദൈവം ശിക്ഷ വിധിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണ്. ദൈവത്തിൽ ഒരു വാക്യവും ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാക്ട് ചെയ്യുന്നതല്ല. നമ്മൾ അതിന്റെ മൊത്തത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ വിശ്വാസം ദൈവം കൊടുക്കുന്നതാണെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. എന്നാൽ അത് സ്വീകരിക്കുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യും. എങ്ങനെയാണ് വിശ്വാസം കൊടുക്കുന്നത്? വിശ്വാസം കേൾവിയാലാണ്, സുവിശേഷം പ്രസംഗിക്കുന്നതിൽ കൂടിയാണ് ദൈവം വിശ്വാസം കൊടുക്കുന്നത്. ആ വ്യക്തിക്ക് ഏറ്റെടുക്കുമ്പോഴാണ് അവൻ ദൈവമേതലായിത്തീരുന്നത്. അവനാണ് അപ്പോൾ വിളിക്കപ്പെട്ടവനായിത്തീരുന്നത്. അവനെ അങ്ങനെ രക്ഷിക്കപ്പെട്ടവനെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് ദൈവം അറിഞ്ഞവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ദൈവത്തിന്റെ സ്വരൂപത്തോട് അനുരൂപരവരായിട്ട് മുൻ നിയമിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഭാഗമുണ്ട്. ഇവിടെ ബ്രദർ പറഞ്ഞിരിക്കുന്ന പോലെ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ദൈവം ചെയ്യുന്ന പറഞ്ഞാൽ ദൈവത്തിന്റെ ഭാഗമാണ് അവിടെ വിശദീകരിക്കുന്നതേ ഉള്ളൂ. കർത്താവ് ചെയ്യുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നും ഇല്ല എന്ന് പറയാനായിട്ട് കഴിയത്തില്ല. കാരണം ഈ വാക്യങ്ങളുടെ ഒരു ലെറ്ററിന്റെ തുടർച്ചയാണ്. നമ്മൾ ഇതിന്റെ ഇടയ്ക്കൊന്നല്ലല്ലോ വായിക്കുന്നത്, ഇടയ്ക്കും നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ. അന്നേരം ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം നീതീകരിച്ചു, അവൻ മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചു. ആ തേജസ്കരണം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ റിസറക്ഷൻ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം നീതീകരണത്തിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള വിശ്വാസത്തിന്റെ ആവശ്യമുണ്ടെന്ന് റോമാലേഖനത്തിൽ പൗലോസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, വിളിച്ചോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണമെന്നുള്ളത് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇവിടെ മനുഷ്യന്റെ ഭാഗം വ്യക്തമായിട്ട് അവിടെ ഇംപ്ലൈഡ് ആണ്. കർത്താവിന്റെ കാര്യമാണ് അവിടെ പറയുന്നത് മാത്രമേ. അതെ, ബ്രദർ പറഞ്ഞപ്പോ 10-ാം അധ്യായത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, പിന്നെ കേൾവിയാൽ വിശ്വാസം വരുന്നു എന്നുള്ളത്. അപ്പൊ ഈ കേൾവിയാലുള്ള വിശ്വാസം നമുക്ക് ദൈവവചനത്തിൽ ഓൾറെഡി ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിശ്വാസമാണ്. അത് നമ്മൾ ഏറ്റെടുത്തിട്ട് ആ വിശ്വാസം അപ്ലൈ ചെയ്യുക. അതെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വിശ്വാസം കേൾവിയാൽ വരുന്നു. ആ വിശ്വാസം നമുക്ക് ഏറ്റെടുത്ത് നമ്മൾ വിശ്വസിക്കുകയോ അതിനെ റിജക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയോ ചെയ്യാം. അന്നേരം വിശ്വസിച്ച് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മളുടെ വിശ്വാസമായിട്ട് നമുക്ക് ദൈവത്തിന്റെ ദാനമായിട്ടുള്ള വിശ്വാസം നമുക്ക് റിസീവ് ചെയ്യാം. ഞാനീ പറഞ്ഞ കാര്യങ്ങള് കുറെ കൂടി തിയോളജിക്കലി ഈ കാര്യങ്ങള് ചില ഉപദേശ സ്ട്രീംസിലുള്ളവർക്കാണ് കൂടുതൽ ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അത് ആപ്ലിക്കബിൾ ആണോ എന്നറിയത്തില്ല. എങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് തിയോളജിക്കലി കോൺട്രവേഴ്സീസ് ഉള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനത് ക്ലാരിഫൈ ചെയ്യാം. മനസ്സിലായെങ്കിൽ കുഴപ്പമില്ല. ഈ മുന്നറിവിനെ പറ്റി പറഞ്ഞതേ, ഇപ്പം ആക്സ് 26-ലും 2 പത്രോസ് 3-ലൊക്കെ പറയുമ്പോഴും അത് അവരുടെ ഒരു പരിമിതിയിൽ നിന്നോണ്ടല്ല, ദൈവത്തിന് പക്ഷെ സ്റ്റിൽ നടക്കാൻ പോകുന്നതും കർത്താവ് അറിയുന്നതല്ലേ. അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലേ? നമുക്ക് അങ്ങനെ ചിന്തിക്കാം, ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് മുന്നറിവില്ല എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് മുന്നറിവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുൻപോട്ടുള്ള കാര്യങ്ങളെ അറിയില്ല. ദൈവത്തിന്റെ സർവ്വജ്ഞാനത്തിൽ ദൈവത്തിന്റെ ക്വാളിറ്റി തന്നെയാണ് ദൈവത്തിന് മുമ്പോട്ടുള്ള കാര്യങ്ങളെ അറിയാമെന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നുള്ളതാണ്. ആ വാക്ക് ബൈബിൾ മറ്റുള്ളിടത്ത് ഉപയോഗിച്ചിരിക്കുന്നിടത്ത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ ദൈവം ചില ആൾക്കാർ ഇപ്പൊ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൗലോസ് നാം എന്ന് പറഞ്ഞിട്ട് പൗലോസ് ഇവർക്ക് റെഫർ ചെയ്യുകയാണ്. ദൈവം ചിലരെ അറിഞ്ഞ കാര്യം, നേരത്തെ കാലങ്ങളിൽ അറിഞ്ഞ വ്യക്തികൾ, ഇല്ലെങ്കിൽ പഴയ നിയമത്തിൽ ദൈവത്തെ അറിഞ്ഞവരും ദൈവം അറിഞ്ഞവരും, ഇല്ലെങ്കിൽ റോമാ സഭയിലെ ഉള്ളവർക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് വർഷങ്ങളായ ഒരു സഭയാണ്, അവർക്ക് തന്നെ അറിയാവുന്ന ദൈവത്തെ അറിഞ്ഞ ആൾക്കാർ, ദൈവം നേരത്തെ അറിഞ്ഞ വ്യക്തി, ദൈവത്തെ നേരത്തെ അറിഞ്ഞ വ്യക്തി. ദൈവത്തെ അറിയാൻ ദൈവം അറിയുക എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒരേ സംഭവമാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. അങ്ങനെ അറിഞ്ഞ വ്യക്തികളെ ദൈവപുത്രൻ അവൻ മുൻ നിയമിച്ചു എന്നേ അതിന്റെ അർത്ഥമുള്ളൂ. അല്ലാതെ അവിടെ ദൈവം
ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ മുമ്പോട്ട് കണ്ട് ചിലരെ കണ്ടു എന്നുള്ള അവിടെ അങ്ങനെ ഒരു കാര്യം നമ്മളുടെ മനസ്സിലുള്ള ഒരു കാര്യം അവിടെ ഇംപ്ലൈ ചെയ്യുക. ഡയറക്ട്ലി വായിച്ചു കഴിഞ്ഞാലോ ആ കോണ്ടെക്സ്റ്റിലോ അങ്ങനെ അർത്ഥം വരുന്നതേ ഇല്ല. അങ്ങനെയുള്ളവരെ ദൈവം മുൻ നിയമിച്ചു എന്ന് വളരെ ലളിതമായിട്ടൊരു വാക്കാണ്. എന്നാൽ ഈ വാക്ക് വേറെടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? വളരെ സ്വാഭാവികമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, നേരത്തെ തന്നെ എന്നെ പറ്റി അറിയാമല്ലോ, എന്നിട്ട് വിശ്വാസികളോട് പറയണം നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറയുന്ന ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ വാക്കിനെ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് താഴോട്ടുള്ള വാക്യം അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നിരിക്കുന്നത്. അങ്ങനെ അറിഞ്ഞ ദൈവമായിട്ട് ബന്ധപ്പെട്ടുള്ളവരെ ദൈവം നീതീകരിച്ചു, ദൈവം അവരെ തിരസ്കരിച്ചു. എന്നിട്ട് പറയണം അത് സംബന്ധിച്ചു. ഇങ്ങനെ ദൈവം ചെയ്തതിനെ പറ്റി നമ്മൾ എന്താണ് പറയേണ്ടത്? ദൈവം നമുക്കത് തന്നെ ചെയ്യും. ദൈവം അവർക്ക് അനുകൂലമായിരുന്നു. ദൈവത്തെ സ്നേഹിച്ചവർക്ക്, നിർണയപ്രകാരം വിളിക്കവർക്ക് ദൈവം അനുകൂലമായിട്ട് ഇതെല്ലാം ചെയ്തു. അതുകൊണ്ട് ദൈവം നമുക്കും അത് തന്നെ ചെയ്യും. ഒരു കാര്യം നടന്നു, അതുകൊണ്ട് നമുക്കത് ചെയ്യുമെന്ന് റെഫർ ചെയ്ത് പറയുക. അപ്പൊ നമുക്ക് ഈ കർത്താവിന്റെ ദൈവത്തിന്റെ ഫോർനോളജ് എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ ഇത് ചിന്തിച്ചാല് എവിടെയാണ് നമ്മൾ സ്റ്റക്ക് ആവുക, എങ്ങനെയാണ് നമ്മൾ സ്റ്റക്ക് ആവുക? അങ്ങനെ ചിന്തിക്കുന്നതിന്റെ തെറ്റായിട്ട് വരുന്നുണ്ടോ? ദൈവത്തിന്റെ ഫോർനോളജ്, ഇവിടെ ദൈവത്തിന്റെ ഫോർനോളജ് എന്നുള്ള പദം അവിടെ പറയുന്നില്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യം. ഇനി ദൈവത്തിന്റെ ഫോർനോളജിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളുണ്ട്. അത് വേറൊരു വിഷയമാണ്. ദൈവം ചില ആൾക്കാരെ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം തെരഞ്ഞെടുത്തു, അറിഞ്ഞു. അവരെ തെരഞ്ഞെടുത്താണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബാക്കി ഓരോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ലാതാവും. ദൈവം ചില ആൾക്കാരെ ലോകസ്ഥാപനത്തിന് മുമ്പേ അങ്ങ് അറിഞ്ഞ്, ഈ അറിയുക എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നത് ചില വസ്തുക്കൾ അറിഞ്ഞു എന്നല്ല, വസ്തുതകൾ അറിഞ്ഞു എന്നല്ല, വ്യക്തികളെ അറിഞ്ഞു എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞത്. അവൻ മുൻ അറിഞ്ഞവരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ചില വ്യക്തികളുമായി ബന്ധത്തിൽ, അവർ ജനിക്കുന്നതിന് മുമ്പേ അവരുമായി ബന്ധത്തിൽ വന്ന് അവരെ രക്ഷിച്ച്, അവരെ മുന്നറിഞ്ഞ് അവരെ ദൈവം അങ്ങനെ തെരഞ്ഞെടുത്തവരാണ് എങ്കിൽ അവരെ സ്വർഗത്തിൽ വരെ കൊണ്ടുപോകാനായിട്ട് ദൈവം എല്ലാം ചെയ്യുമെങ്കിൽ മനുഷ്യന്റെ മേലെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ പ്രസക്തിയുള്ളത്. പിന്നെ എന്തിനാണ് മനുഷ്യനെ വിശ്വസിക്കേണ്ട ആവശ്യം? ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെയാണല്ലോ ഈ തിയോളജി വരുന്നത്. അങ്ങനെ ഒരു അർത്ഥമേ ആ വാക്യങ്ങൾക്ക് ഇല്ല എന്നാണ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നത്. ഈ ഒരു വാക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൂടെ ഒരു പിക്ചർ ഉണ്ട്, അങ്ങനെയാണ് എന്ന്. നമ്മളത് ശരിക്കും അത് ആ വാക്കുകളിടത്ത് ഉപയോഗിച്ചിരിക്കുന്നതും ആ കോണ്ടെക്സ്റ്റിലും എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഈ മുന്നറിഞ്ഞെന്നുള്ള വാക്ക് തൊട്ടടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന് പറഞ്ഞ ദൈവത്തെ അറിഞ്ഞ പഴയ നിയമത്തിലെ വിശ്വാസികളെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം മുന്നറിഞ്ഞ ജനത്തെ. അന്നേരം അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് അന്നേരം അവര് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വന്നവരാണ്. അവരെ പറ്റി റോമാലേഖനത്തിലെ റോമ സഭയിലുള്ളവർക്ക് അറിയാം, യഹൂദന്മാർക്ക് അറിയാം ദൈവം അറിഞ്ഞ വ്യക്തികളെ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വന്ന വ്യക്തികളെ ദൈവം എന്ത് ചെയ്തു എന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവരെ റെഫർ ചെയ്ത് പറയുക. അല്ലാതെ ദൈവം മുമ്പേ കണ്ട് ആ പൈപ്പ് ലൈനിൽ കൂടെ മുമ്പോട്ട് കണ്ട് എന്നുള്ള അർത്ഥം അവിടെ വരുന്നില്ല. ബ്രദറെ, ഒരു കാര്യം കൂടി. ഈ 8ാമത്തെ അധ്യായത്തിന്റെ തുടർച്ചയായിട്ടാണല്ലോ 9ാമത്തെ അധ്യായം വരുന്നത്. അപ്പൊ 9ാമത്തെ അധ്യായത്തിൽ പറയുന്ന മുന്നറിവ്, ഈ യേശാവിന്റെ കാര്യത്തിലും ഫറവോന്റെ കാര്യത്തിലും ഒക്കെ ഉള്ള മുന്നറിവ്, അത് ആ മുന്നറിവിനെ പറ്റി അല്ലേ അവിടെ പറയുന്നത്? ഫറവോന്റെ യേശാവിനെ കാര്യത്തിൽ മുന്നറിവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതിലേക്ക് വരുമ്പോൾ നമുക്കത് വിശദീകരിക്കാം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന ദൈവമായിട്ട് ബന്ധത്തിൽ വന്ന ആ ആൾക്കാരെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ദൈവം അവരെ അറിഞ്ഞവരാണ്. ഇപ്പം ജീവിക്കുന്ന ഒരാളുടെ അടുത്ത് മുന്നമേ ഉള്ള ആൾക്കാരെ പറ്റി പറയുകയാണ്, അവരെ ദൈവം അറിഞ്ഞവരാണെന്നുള്ള അർത്ഥത്തിലാണ് മുന്നറിഞ്ഞെന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അവരുമായിട്ട് ദൈവം ബന്ധത്തിൽ വന്നു, അല്ലാതെ ദൈവം മുന്നമേ ഭാവി കണ്ടു എന്നുള്ള അർത്ഥത്തിലല്ല മുന്നറിവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റോമാലേഖനത്തിലും ഞാൻ ഈ പറഞ്ഞ റെഫറൻസുകളിലൊന്നും ദൈവം ഭാവി മുമ്പേ കണ്ടു എന്നുള്ള അർത്ഥത്തിൽ മുന്നറിവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവം മുന്നമേ, ഇപ്പൊ ഞാൻ പറയാണ് 10 വർഷം മുമ്പുള്ള ഒരാളെ അല്ലെങ്കിൽ 20 വർഷം മുമ്പുള്ള ഒരാളെ പറ്റി പറയാണ്, ദൈവം അയാളെ മുന്നമേ അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അന്ന് അയാളെ അറിഞ്ഞു എന്ന് അർത്ഥമുള്ളൂ. അത്ര ലളിതമായിട്ടൊരു പദമാണിത്. ഞാനിത് പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായമല്ല, ഇത് ബാക്കിയുള്ള പദങ്ങളും അത് തന്നെയാണ്. ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രൊഗ്നോസിയോ എന്നുള്ള ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ഞാൻ പറഞ്ഞു, അവിടെ എല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഇതേ പദമാണ്. അവിടെ അറിഞ്ഞു, നിങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ, നിങ്ങൾ അറിയുന്നുവല്ലോ എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ. ദൈവം അതുപോലെ അറിഞ്ഞു എന്നുള്ള അർത്ഥം. അതേസമയം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുന്നമേ അറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ദൈവത്തിന് മുന്നമേ കാര്യങ്ങൾ അറിയാൻ കഴിയും, അത് ദൈവത്തിന്റെ ക്വാളിറ്റിയാണ്. അതൊന്നും ഇവിടെ ഒരു പൗലോസ് ഉപദേശം സ്ഥാപിക്കാനായിട്ട് പറയുന്നൊന്നുമില്ല. ബ്രദറെ, ഇപ്പൊ നമുക്ക് ഈ ദൈവം ഈ ടൈമിന് അതീതനല്ലാത്തത് കാരണം എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു.
ലിമിറ്റഡ് അല്ലാത്തത് കാരണം ഉം. അല്ലേ? അതെ. ദൈവത്തിന് ടൈം ഇല്ലാത്തത് കാരണം ഈ മുന്നറിഞ്ഞവർ എന്ന് പറയുമ്പം ആ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുമോ? ദൈവം ഈ ടൈമിന് അതീതനല്ലാത്തത് കാരണം കാര്യങ്ങളെല്ലാം ഒരേ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്നുള്ള കോണ്ടെക്സ്റ്റിൽ എടുക്കാൻ പറ്റുമോ? ദൈവത്തിന് ഈ പറഞ്ഞത് സത്യമാണ്. ദൈവത്തിന് ടൈമിന് അതീതനാണ്, കാലത്തിന് അതീതനാണ്. ദൈവത്തിന് മുന്നമേ എല്ലാ കാര്യങ്ങളെയും കാണാനായിട്ട് കഴിയും. അത് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യം. അത് അതാണോ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നുള്ളതാണ് വിഷയം. ഞാൻ പറഞ്ഞല്ലോ, ആ ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം കൊണ്ട് അതാണോ ഉദ്ദേശിച്ചിരിക്കുന്നുള്ളത് മാത്രമാണ് വിഷയം. ഇവിടുത്തെ ആ വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റിലും ആ ലെറ്ററിന്റെ കോണ്ടെക്സ്റ്റിലും പൗലോസ് പറഞ്ഞു വരുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും ദൈവം അറിഞ്ഞ ചില വ്യക്തികളെ പറ്റി ദൈവം പറയുന്നു മാത്രമേ. അവരെ പറ്റി റോമയിലെ സഭയിലെ വിശ്വാസികൾക്ക് റെഫർ ചെയ്ത് കാണിക്കുകയാണ്. ഇതൊരു കാര്യം മനസ്സിലാക്കണം, ഇത് നിങ്ങളെ ദൈവം മുന്നറിഞ്ഞു എന്ന് അവിടെ പറയുന്നില്ല റോമയിലെ വിശ്വാസികളുടെ. വേറൊരു കൂട്ടർ, അതുകൊണ്ടാണ് ഞാനത് വിശദീകരിച്ചതും പറഞ്ഞത്. അവിടെ വരെ നാം എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ് വേറെ വ്യക്തികളെ പറ്റിയാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ഇപ്പം എന്നെ ധൈര്യപ്പെടുത്താൻ വേണ്ടി വേറൊരാളെ കാണിച്ചിട്ട് അതുപോലെ തന്നെയാണ് ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ദൈവം മുന്നറിഞ്ഞവരെ എന്ന് പറയുമ്പോൾ വേറൊരു കൂട്ടരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം നിങ്ങളെ മുന്നമേ അറിഞ്ഞു എന്ന് അവിടെ പറയുന്നില്ല. പക്ഷെ ദൈവത്തിന് ഈ പറഞ്ഞ പോലെ ദൈവത്തിന് ആ ഒരു നോളജ് ഉണ്ട്. ദൈവത്തിന് മുമ്പോട്ട് അറിയാനായിട്ട് കഴിയാതെ ബൈബിൾ പലയിടത്തും പറയുന്നുണ്ട് ദൈവം ഇതിന് മുന്നറിവ് ഉണ്ട് എന്ന്. ആ പദം അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ആ ഫോർ നോളജ് നമ്മൾ ഈ പറയുന്ന ആ കാര്യത്തിനെ പറ്റി ഉപയോഗിച്ചിരിക്കുന്ന പദമേ അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തിന്റെ ഒറിജിനൽ അർത്ഥം ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു നേരത്തെ അറിയുക എന്നുള്ള അർത്ഥത്തിലാണ്. POC ബൈബിളിൽ അത് കുറച്ചുകൂടി കറക്റ്റായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ദൈവം നേരത്തെ അറിഞ്ഞവരെ എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ, അല്ലാതെ ദൈവം മുന്നോട്ട് കണ്ടറിഞ്ഞവരെ എന്നുള്ള അർത്ഥത്തിൽ. ദൈവം നേരത്തെ അറിഞ്ഞവരെ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണമായിട്ട് മനസ്സിലാവുന്ന എന്താ അർത്ഥമുണ്ട്, അത്രയേ ഉള്ളൂ ആ വാക്യത്തിന്. അതേസമയം ദൈവത്തിന്റെ ഫോർനോളജ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ദൈവത്തിന്റെ ഫോർനോളജ് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പോട്ട് പോയി കാണാൻ കഴിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ആ പദമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നു. ഈ പദം വേറെ ഇടത്ത് ഉപയോഗിച്ചിരിക്കുന്നിടത്ത് അതേ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു ലളിതമായിട്ടുള്ള അർത്ഥമേ അവിടെ വരുന്നുള്ളൂ. റോമയിലെ വിശ്വാസികൾ വായിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകുന്ന ആ ഒരു അർത്ഥമേ അവിടെ വരുന്നുള്ളൂ. ദൈവം നേരത്തെ ചിലരെ അറിഞ്ഞു, നേരത്തെ അവരുമായിട്ട് ദൈവം അവരെ അറിഞ്ഞു, അവരുടെ ജീവിതത്തിൽ ദൈവം ഇതൊക്കെ ചെയ്തു, ദൈവം അവരെ അതിനു വേണ്ടിയിട്ട് പ്രീഡെസ്റ്റിൻ ചെയ്തു, അവരെ ദൈവം എല്ലാ കാര്യം ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കർത്താവിനെ വിശ്വസിക്കാമെന്ന് പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ. അത് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ആ മുന്നേച്ചവരെ എന്നുള്ള വാക്ക് വന്ന കാരണമാണ് ഈ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ്, മീൻസ് കുറച്ചുകൂടി ഒരു മുന്നിൽ കയറി മനുഷ്യർ ചിന്തിക്കുന്നത് അല്ലേ? അതെ, ഞാനതുകൊണ്ട് വളരെ രണ്ട് സിമ്പിൾ ആണ് പദങ്ങള് ഈ വാക്യത്തിൽ വരുന്ന 29 2 പദങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് പലരും. അത് മുന്നറിവും മുൻനിയമനവും, ഫോർ നോളജ് ആൻഡ് പ്രീഡെസ്റ്റിനേഷൻ. ഈ രണ്ട് പദത്തിനും ബൈബിൾ ഇല്ലാത്ത ഒരു അർത്ഥം കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം മാത്രമേ. ഈ മുൻനിയമനം, പ്രീഡെസ്റ്റിനേഷൻ എന്നുള്ള പദത്തിന് ഈ രീതിയിലുള്ള ഒരു അർത്ഥമില്ല. ദൈവം ചില ആൾക്കാരെ ആ ഒരു ഡെസ്റ്റിനേഷൻ അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ദൈവം നേരത്തെ തന്നെ പറയാണ്, രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് പറയാണ്, ഇതാണ് ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അത്രയുള്ള ആ പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. മുന്നറിഞ്ഞവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അറിഞ്ഞവർക്ക്, ദൈവത്തെ അതാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കട്ടെ. അവരെ പറ്റി തന്നെയാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അവരെയാണ് മുൻ നിയമിച്ചിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിച്ചവര് നിർണയപ്രകാരം വിളിക്കപ്പെട്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നവർക്ക് വേണ്ടിയിട്ട് പദം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ്. ആ ഒരു രക്ഷിക്കപ്പെട്ടവർ എന്നുള്ളൊരു പദം, നേരത്തെ കർത്താവുമായിട്ട് ബന്ധത്തിൽ വന്നവർ എന്നുള്ള പദമാണ് മുന്നറിഞ്ഞവർ എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. ഈ നമ്മൾ കേട്ട് വന്നിട്ടുള്ളൊരു രീതിയും മലയാളത്തിലെ ആ പദത്തിന്റെ ഒരു ഇതും കാരണം നമുക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ തേജസ്കരിച്ചിരിക്കുന്നു എന്നുള്ള പദവും വരുന്നത്. തേജസ്കരിച്ചിരിക്കുന്നു എന്നുള്ള പദം ഇതൊരു എന്താ പറഞ്ഞിരിക്കുന്നത്, ദൈവം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ്. എങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതും പെട്ടെന്ന് പൗലോസ് ഇങ്ങനെ ഒരു അതുവരെ പ്രസന്റൻസ് വന്നിട്ട് പാസ്റ്റ് ടെൻസിലേക്ക് ഒരു കാര്യം ഉപദേശം പറയുന്നു. അവിടെയും ആ പദത്തിന്റെ അർത്ഥം നമ്മൾ മലയാളത്തിലുള്ളൊരു പ്രശ്നമുള്ളൂ. ആ തേജസ്കരിച്ചിരിക്കുന്നു എന്നുള്ള പദം എല്ലായിടത്തും കൺസിസ്റ്റന്റ്ലി ഉപയോഗിച്ചിരിക്കുന്നത് ദൈവം പുകഴ്ത്തി, അല്ലെങ്കിൽ ദൈവം അവരെ ഉയർത്തി, ദൈവം അവരെ മാനിച്ചു എന്നുള്ള അർത്ഥത്തിൽ. ദൈവം നീതീകരിച്ച വ്യക്തിയെ ദൈവം ആ രീതിയിൽ മാനിച്ചു എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ അവിടെ ഉപയോഗിച്ചു. അങ്ങനെ ഉള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ്, ആ ഒരു അർത്ഥത്തിലാണ് ഈ വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലളിതമായിട്ട് മനസ്സിലാകുന്ന വാക്കാണ്. ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല ഈ വാക്യങ്ങൾ. സോറി ബ്രദർ, ഒരു കാര്യം കൂടെ. ഈ തേജസ്കരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കാര്യം ഈ
പിന്നെ അതുപോലെ ഈ പിന്നെ നമ്മളെ മഹത്വീകരണം എന്നുള്ള ആ ഒരു ഇതല്ലേ, കാരണം നമ്മുടെ ഈ ബോഡി വിട്ടതിന് ശേഷമുള്ള കാര്യം അതിനെപ്പറ്റി അല്ല പറയുന്നത് അല്ലേ? അതിനെപ്പറ്റി അല്ല പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. അത് ആ തേജസ്കരിച്ചിരിക്കുന്നു എന്നുള്ള പദം അത് ഈവൻ റോമാലേഖനത്തിൽ തന്നെ പല 4 പറഞ്ഞിട്ടുള്ള പദമാണ്. അവിടെ ഈ മലയാളത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ ഡോക്സാസോ എന്നുള്ള പദം ഒരുപാട് എടുത്തു. യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രവൃത്തികൾ മനുഷ്യർ കാണേണ്ടതിന്, മനുഷ്യരുടെ മഹത്വത്തിനായിട്ട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവിടെ അതാ പദം ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നു, നിങ്ങളുടെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം. ഞാൻ അതിൽ എല്ലാ റെഫറൻസിലേക്കും പോകാഞ്ഞ, അതുകൊണ്ടാണ് റോമാലേഖനത്തിലെ വാദം തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്റെ ശുശ്രൂഷയെ ഞാൻ പുകഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ പുകഴ്ത്തുന്നു എന്നുള്ള പദത്തിൽ ആ ഡോക്സാസമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പദം ഇവിടെ മലയാളത്തിലേക്ക് വരുമ്പോൾ തേജസ്കരിച്ചു എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. അതോടുകൂടി ഈ പറഞ്ഞിരിക്കുന്ന പോലെ എന്താണ് ഇരിക്കുന്നത്, വിളിച്ചു, നീതീകരിച്ചു, തേജസ്കരിച്ചു, എല്ലാം കഴിഞ്ഞു, ശരീരത്തിന്റെ തേജസ്കരണവും ദൈവം ചെയ്തു കഴിഞ്ഞു, അതുകൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള തിയോളജി കൊണ്ടുവന്നിരിക്കുന്ന പദങ്ങളാണിത്. അങ്ങനെയൊന്നും ആ പദത്തിന് അർത്ഥമില്ല, ആ വാക്യങ്ങൾക്ക് അർത്ഥമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ പറയുന്നതുകൊണ്ട് നിങ്ങളിത് പുതിയൊരു തിയോളജി വിശ്വസിക്കണമെന്നില്ല, നിങ്ങൾക്കിത് പരിശോധിച്ച് നോക്കാം. ഇനി ഞാൻ മാത്രം പറയുന്നതല്ല, ഇത് ചില ദൈവശാസ്ത്രജ്ഞന്മാർ തന്നെ ഇങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ ജിനു ബ്രദർ ഈ വ്യത്യസ്തമായിട്ട് കാര്യം പഠിച്ചു ചിന്തിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കാം. പരിശോധിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുത്താൽ മതി. ഞാൻ പറഞ്ഞത് വേറെ രീതിയിൽ ചിന്തിച്ചു. ബ്രദറെ, ഒരു സിമ്പിൾ സംശയമാണ്. ഈ പൗലോസ് അപ്പൊ റോമർക്ക് എഴുതുന്ന ലേഖനം ഗ്രീക്കിലാണോ എഴുതിയിരുന്നത്? ഗ്രീക്ക് ഭാഷയിലാണോ എഴുതിയത്? ഇത് ഈ തേർഡ് പാർട്ടിയെ പറ്റിയാണല്ലോ പറയുന്നത് അല്ലെ ഈ വാക്യത്തില്? ഈ പിന്നെ 30 തേർഡ് പാർട്ടി വേറൊരു ഒരു കൂട്ടരെ പറ്റിയാണ് പറയുന്നത് അല്ലെ? അങ്ങനെയല്ലേ പറയുന്നത്? വേറൊരു കൂട്ടരെ പറ്റി പറയുന്നത്, അവരെ വിളിച്ചു, നീതീകരിച്ചു, അവരെ പിന്നെ തേജസ്കരിച്ചു ഇരിക്കുന്നു. അത് പാസ്റ്റ് ടെൻസിലാണല്ലോ പറയുന്നത്, കഴിഞ്ഞു പോയതായിട്ട്. കഴിഞ്ഞു പോയതുമാണ്. കഴിഞ്ഞു പോയൊരു കാര്യത്തെ പറ്റി കഴിഞ്ഞു പോയതായിട്ട് തന്നെ പറയുന്നേ ഉള്ളൂ. അവിടെ ഒന്നും ഈ വലിയ പ്രശ്നങ്ങളില്ല. ഈ കഴിഞ്ഞു പോയൊരു കാര്യം കഴിഞ്ഞു പോയതായിട്ട് പൗലോസ് പറയുകയാണ്. അവിടെ തേജസ്കരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ തേജസ്കരണം ആണെങ്കിൽ മാത്രമേ അത് കഴിഞ്ഞു പോകാത്തുള്ളൂ. പൗലോസ് അവിടെ തേജസ്കരണം, ശരീരത്തിന്റെ തേജസ്കരണം കഴിഞ്ഞു പോയത് പറയുന്നുമില്ല. പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അവിടെ കഴിഞ്ഞു പോയതിനെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ശരീരത്തിന്റെ തേജസ്കരണത്തിനെ പറ്റിയല്ല. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആണ് ആ അർത്ഥം. ശരീരത്തിന്റെ തേജസ്കരണം ആണെങ്കിൽ മാത്രമേ ഈ പ്രശ്നം വരുന്നു, അത് കഴിഞ്ഞു പോയിട്ടില്ല. അപ്പൊ പിന്നെ ഇത് കഴിഞ്ഞു പോകുന്ന കാര്യം കഴിഞ്ഞു പോകുന്ന രീതിയിൽ പൗലോസ് എഴുതി എന്ന് പറയേണ്ടി വരും. അങ്ങനെയൊന്നും പൗലോസോട് എഴുതുന്നില്ല. ഞാൻ പറഞ്ഞത് ഒരു ലെറ്ററാണ്. ലെറ്റർ വായിക്കുമ്പോൾ ആൾക്കാർക്ക് എന്താണ് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അത് പോകുന്നത്. ലെറ്റർ ഒരാൾക്ക് എഴുതിയിട്ട് അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല, കഴിഞ്ഞാൽ പോകുന്ന കാര്യം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. ഇല്ലെങ്കിൽ വേറൊരു ആത്മീയ മർമ്മം അവിടെ രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ച് പറയുന്ന കാര്യമൊന്നുമല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇത് മുമ്പോട്ട് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ചിന്ത ഒന്ന് ചലഞ്ച് ചെയ്യാനായിട്ട് ഇട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെയല്ല എന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ വലിയ എന്താ പറയുക, നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്നും വലിയ രീതിയിൽ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പലപ്പോഴും ചിലർ പറയാറുണ്ട്, ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി വിശദമായിട്ട് പഠിച്ചു നോക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ റെഫറൻസും തന്നു, നിങ്ങൾക്കത് പരിശോധിച്ച് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നീടാണെങ്കിൽ ചോദിക്കും.